ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ അഖില ടീച്ചർ, എന്നിട്ട് തുടങ്ങാതെ. അതായത് ഓക്കെ സർ. ടീച്ചർമാരുടെ സങ്കടം കേട്ടതുകൊണ്ട് ഞാൻ പറയാണ്, നമുക്ക് സമയമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾക്കും നമുക്കും എല്ലാം അറിയാം. ഇനി നമുക്ക് പ്രത്യേകിച്ച് ഇതിന് വേണ്ടിയിട്ടൊരു സമയം ഉണ്ടാക്കാനും എന്തായാലും പറ്റില്ല, അല്ലേ മീൻസ് ടീച്ചറായി? പറ്റൂല. അപ്പൊ നമ്മള് കിട്ടുന്ന സമയത്ത് ആവശ്യമുള്ളത് മാത്രം പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് മുഴുവൻ, ഈ സിലബസ് മുഴുവൻ നമ്മളെ കൊണ്ട് ഇനി ഈ പറയുന്ന 29 ദിവസം കൊണ്ട് പഠിക്കാൻ ഒരിക്കലും പറ്റൂല, ആരെ കൊണ്ടും പറ്റൂല. അപ്പൊ നമ്മളിവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് പഠിപ്പിക്കുന്ന നിങ്ങൾക്കൊരു തോന്നൽ, ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും. കാരണം നമുക്ക് സിലബസിന്റെ അകത്തെ അത്യാവശ്യം വേണ്ട ഇപ്പൊ ഈ വെച്ചേക്കുന്ന ഈ സാധനം, ഇപ്പൊ ടീച്ചർ ഈ പ്രൊജക്ട് ചെയ്തേക്കുന്ന സാധനം ഉണ്ടല്ലോ, അന്വേഷണാത്മക പഠന മാതൃകാ ഘട്ടങ്ങൾ 5E 5E എന്ന് പറയുന്ന ഈ സാധനം, ഇതിൽ നിന്നൊരു ചോദ്യം ചോദിക്കാത്ത ഒരു കേട്ടറ്റ് പരീക്ഷയും വന്നിട്ടില്ല. 5E മോഡൽ എന്താണ്, അതിൽ എക്സ്പ്ലോർ എന്താണ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എന്താണ് എന്നുള്ള തരത്തിൽ ഒരു ചോദ്യമെങ്കിലും ചോദിക്കാത്ത ഒരു പരീക്ഷയും വന്നിട്ടില്ല. അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളെങ്കിലും നിങ്ങൾ പഠിച്ചു പോയാൽ നിങ്ങൾ ഈ പറഞ്ഞ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഉള്ള സമയത്തും നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റും. ഓക്കെ. പിന്നെ സർവീസിൽ ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഇല്ലാത്തവർക്ക് ഇഷ്ടംപോലെ സമയമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരും ഇതിനെക്കുറിച്ച് ഓർത്തിന് ടെൻഷൻ അടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇനി ഉള്ള സമയം അത് വേണ്ട രീതിയിൽ നിങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക. ഇഷ്ടമുള്ളത് മാത്രം പഠിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് EVS പഠിക്കാനാണ് ഇഷ്ടം, ആദ്യമേ EVS മുഴുവൻ പഠിച്ചോ, 30 മാർക്ക് കൈ കിട്ടിയില്ലേ? അതുപോലെ മലയാളം, നാളെ നമ്മൾ മലയാളത്തിന്റെ ക്ലാസ് ഞായറാഴ്ച തുടങ്ങും. മലയാളമൊക്കെ നിങ്ങൾക്ക് ഈസിയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെങ്കിലും നിങ്ങൾ പഠിക്കുക കൃത്യമായിട്ട്. ഓക്കെ, ഉപദേശമായിട്ടൊന്നും എടുക്കണ്ട, ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ടീച്ചറാ നമുക്ക് തുടങ്ങാം. ഓക്കെ സർ. എല്ലാവർക്കും നമസ്കാരം. വിദ്യാവേദിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ EVSന്റെ അവസാന ഘട്ടങ്ങളിലോട്ട്, അതായത് EVS പഠിച്ച് നമ്മൾ തീരാറായിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഒറ്റ ടോപ്പിക് അല്ല പഠിച്ചത് അല്ലെ, ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചു വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് സാർ പറഞ്ഞ പോലെ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ, പെഡഗോഗിയിൽ വരുന്ന ഒരു പോർഷൻ ആണ് അന്വേഷണാത്മക പഠന മാതൃകാ ഘട്ടം 5E മോഡൽ. പ്രത്യേകിച്ചും എന്തുകൊണ്ട് നമ്മൾ 5E മോഡൽ പഠിക്കുന്നു എന്ന് വെച്ചാൽ, സയൻസ് എഡ്യൂക്കേഷനിൽ സയൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയെ നമ്മൾ സയൻസിലുള്ള സബ്ജക്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള, ഏറ്റവും പ്രയോജനപ്പെടുന്ന, അല്ലെങ്കിൽ കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് എല്ലാ സ്കിൽസും കൊടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ 5E മോഡൽ എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന പോലെ തന്നെ 5E ആണ് ഉള്ളത്. വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതാണ്. നിങ്ങൾ ക്ലാസ്സിൽ സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന അതേ രീതിയാണ് ഇതിനകത്തുള്ളത്. അത് എക്സാമ്പിൾ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലൈൻ, ഇലാബറേറ്റ് ആൻഡ് ഇവാലുവേറ്റ്. എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലൈൻ, ഇലാബറേറ്റ് ആൻഡ് ഇവാലുവേറ്റ്. ഇതാണ് 5Eയിലെ 5 ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. 5Eയിലെ 5 ഘട്ടങ്ങൾ. അപ്പൊ നിങ്ങൾ ഈ കോഫി എന്റെ ഒപ്പം തന്നെ പറയുക: എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലൈൻ, ഇലാബറേറ്റ്, ഇവാലുവേറ്റ്. ഈ ഇലാബറേറ്റ് എന്നുള്ളതിനെ എക്സ്റ്റെൻഡ് എന്നും പറയും. ഇലാബറേറ്റ് എന്നുള്ളതിനെ എക്സ്റ്റെൻഡ് എന്നും പറയും. ഇനി ഇതിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഈ എൻഗേജ് എന്ന് പറയുന്ന പ്രശ്നം ഏറ്റെടുക്കൽ എന്നുള്ളത്, പ്രശ്നം ഏറ്റെടുക്കൽ എന്ന് തന്നെ ചോദിക്കാറുണ്ട്. ഈ ഒരു പോർഷൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിനകത്ത് പഠിക്കുന്ന എല്ലാ സെന്റൻസുകളും അതേപോലെ തന്നെ കാണാതെ പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ചോദിക്കുള്ളൂ. ഏതൊരു ക്വസ്റ്റ്യൻ എടുത്താലും നമ്മൾ ഈ പഠിപ്പിക്കുന്ന സെന്റൻസിനകത്ത് നിന്നേ ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാനായിട്ട് പറ്റും. ഒന്നാമത്തേതായിട്ട് എൻഗേജ്, പ്രശ്നം ഏറ്റെടുക്കൽ. പ്രശ്നം ഏറ്റെടുക്കൽ. എക്സ്പ്ലോർ, അന്വേഷിക്കൽ. എക്സ്പ്ലൈൻ, കണ്ടെത്തലുകൾ വിനിമയം ചെയ്യൽ. ഇലാബറേറ്റ്, തുടർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ. ഇവാലുവേറ്റ്, വിലയിരുത്തൽ. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഒന്നാമത്തെ ഘട്ടം പ്രശ്നം ഏറ്റെടുക്കൽ. നമ്മുടെ നിത്യ ജീവിതത്തിലുള്ള ഒരു അനുഭവം, അല്ലെങ്കിൽ നിലവിലുള്ള ഒരു ധാരണ, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു ധാരണ, ഇതൊക്കെയാണ് നമ്മൾ ഈ എൻഗേജ് എന്ന് പറയുന്ന ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഒരു കുട്ടീനെ ക്ലാസ്സിൽ ശ്രദ്ധ ആകർഷിപ്പിക്കുക എന്നതാണ് ഈ എൻഗേജ് എന്ന് പറയുന്ന ഫസ്റ്റ് ഘട്ടത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. നമ്മളിപ്പോ ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ സയൻസ് സബ്ജക്ട് പഠിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? ആദ്യം
നേരെ നമ്മുടെ ടോപ്പിക്കിലോട്ട് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ കേട്ടിട്ട് പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഡിസീസ്, രോഗങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് എന്ന് പറയും. നമ്മൾ നേരെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും, നേരെ ടോപ്പിക്കിലോട്ട് കടക്കും. പക്ഷേ നമ്മൾ ഒരു ക്ലാസ്സിലെ ഒരു കുട്ടീനെ ഒരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണോ? പറഞ്ഞേ. അല്ല. അല്ല. ഒരു ചെടിയുടെ, ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ചെടിയെ പറ്റി പഠിപ്പിക്കുകയാണ്. നമ്മൾ പ്ലാന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക് പഠിച്ചു. ഒരു ചെടിക്ക് വേര്, കാണ്ഡം, ഇല, പൂക്കൾ, ഫലങ്ങൾ എന്നീ ഭാഗങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഇതേ ഭാഗം നമുക്ക് സ്കൂളിൽ പഠിപ്പിക്കാൻ പല രീതി ഉണ്ടല്ലേ. നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു അനുഭവം പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കഥ പറഞ്ഞു കൊടുക്കാം. ഒരിടത്ത് മാളു എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് ചെടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവളുടെ വീട്ടിൽ ധാരാളം ചെടികൾ ഉണ്ടായിരുന്നു. അല്ലെ, ഇങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യും, നമ്മള് ക്ലാസ്സിലോട്ട് നമ്മൾ കൊണ്ടുവരും, കടക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടിയുടെ ക്യൂരിയോസിറ്റി നമുക്ക് കൂട്ടാനായിട്ട് പറ്റും, വിഷയ താല്പര്യം കൂട്ടാനായിട്ട് പറ്റും. കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകും ക്ലാസ്സില്. പഠിക്കണം, ടീച്ചർ എന്താണ് ഇനി അടുത്ത് പറയാനായിട്ട് പോകുന്നത് എന്ന് കേൾക്കാനായിട്ടുള്ളൊരു ആകാംക്ഷ ഉണ്ടാകും. നമ്മൾ എൻഗേജ്, പ്രശ്നം ഏറ്റെടുക്കൽ എന്ന് പറയുന്ന ഈ ഒരു ഘട്ടത്തിൽ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങളിൽ എത്ര പേരുടെ വീട്ടിൽ ചെടികളുണ്ട്? എന്തൊക്കെ പൂക്കളുണ്ട്? ഈ ചെമ്പരത്തി പൂവുണ്ടെങ്കിൽ ഏതൊക്കെ നിറത്തിലുള്ള പൂക്കളുണ്ട്? നിങ്ങൾ പൂക്കൾ പറിക്കാറുണ്ടോ? ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുമല്ലേ. കുട്ടികൾ ആകാംക്ഷയൊക്കെ കൊണ്ടുവരും. നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന അതേ കാര്യം. ഇതാണ് ഒന്നാമത്തെ ഘട്ടം, എൻഗേജ്, പ്രശ്നം ഏറ്റെടുക്കൽ. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എക്സ്പ്ലോർ, അന്വേഷിക്കൽ, വിഷയത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ്. നമുക്ക് വേണമെങ്കിൽ ടീച്ചറിന് ഒരു ചെടി ക്ലാസ്സിൽ കൊണ്ടുവരാം. ഒരു ഭംഗിയായിട്ട് ഒരു ചെടിച്ചട്ടിയിൽ നട്ട 1-2 ചെടി ക്ലാസ്സിൽ കൊണ്ടുവരാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ സ്കൂളിൽ തന്നെ ഗാർഡൻ ഉണ്ടാകും. കുട്ടികളെയും കൊണ്ട് ടീച്ചർ എന്ത് ചെയ്യാം, ഗാർഡനിലോട്ട് പോകാം. വിഷയത്തെക്കുറിച്ചുള്ള അന്വേഷണം, നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. വിവിധ ഭാഗങ്ങൾ, സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ച് കുട്ടികൾ പഠിക്കാനായിട്ട് പോവുകയാണ്. നിരീക്ഷിക്കൽ, ചുറ്റുപാടും എന്തൊക്കെ ചെടികളുണ്ട്, എല്ലാ ചെടികളുടെയും ഇലകൾ ഒരുപോലെയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാൻ നമ്മൾ കൊണ്ടുപോകുന്ന ഇപ്പൊ ചാർട്ട് ആവട്ടെ, എന്തെങ്കിലും ആക്ടിവിറ്റി കാർഡുകളാവട്ടെ, ചെടികളാവട്ടെ, ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. ദത്തങ്ങൾ ശേഖരിക്കൽ, വിവരശേഖരണം. ഇപ്പോ നിങ്ങളെ ചുറ്റുപാടും നിങ്ങൾ കണ്ടെത്തിയ ചെടികൾ ഏതെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഇതിൽ പൂക്കൾ ഉള്ള ചെടികൾ ഏതൊക്കെ, ഇലകൾക്ക് മറ്റ് നിറങ്ങളുള്ള ചെടികൾ ഏതൊക്കെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ചോദിക്കാം. ഇനി ഇതിനെ വിശകലനം ചെയ്യല്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ എന്തൊക്കെയാ കണ്ടെത്തിയത്? എത്ര പൂക്കളുള്ള ചെടികളാണ്, എത്ര ഇതളുകളുള്ള പൂക്കളുള്ള ചെടികൾ കണ്ടെത്തി എന്ന് ചോദിക്കാം. നിരീക്ഷണം, കുട്ടികളെ നിരീക്ഷിക്കാം. ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യണം, സഹായങ്ങൾ കൊടുക്കും. എന്തെങ്കിലും കുട്ടികൾക്ക് എവിടെയെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, സഹായങ്ങൾ കൊടുക്കും. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലോർ, അന്വേഷിക്കൽ എന്ന് പറയുന്ന ഭാഗത്ത് ചെയ്യുന്നത്. നിങ്ങൾ സ്കൂളിൽ ചെയ്യുന്ന അതേ കാര്യം അല്ലേ. ഓക്കെ, നെക്സ്റ്റ് എക്സ്പ്ലൈൻ. കുട്ടി കുറെ വിവരങ്ങൾ കണ്ടുപിടിച്ചു, പട്ടികയൊക്കെ പൂർത്തിയാക്കി, കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നു. കണ്ടെത്തലുകൾ വിനിമയം ചെയ്യൽ, കണ്ടെത്തി കൊണ്ടുവന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്ന് നോക്കുക. അതിന്റെ ആശയങ്ങൾ വിനിമയം ചെയ്യുക. കുട്ടിയോട് പറയാണ്, കുട്ടികളെ നിങ്ങൾ ഓരോ ഗ്രൂപ്പായിട്ടായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടായിരിക്കും ചെയ്യിപ്പിക്കുന്നത് അല്ലേ. നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തിയ കാര്യങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുക, പ്രസന്റ് ചെയ്യിപ്പിക്കുക. കുട്ടിയുടെ സ്വന്തം ഭാഷയിൽ ആശയങ്ങൾ നൽകുന്നതിന് പ്രോത്സാഹിപ്പിക്കുക. അവരെ കൊണ്ട് തന്നെ എന്ത് ചെയ്യും, കാര്യങ്ങൾ പറയിപ്പിക്കും, പ്രസന്റ് ചെയ്യിപ്പിക്കും. ധാരണകൾക്ക് വിശദീകരണം നേടുക. നമ്മള് തുടക്കത്തിൽ തന്നെ അവരോട് ചോദിക്കും, കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും അല്ലെ. ഈ ധാരണകളൊക്കെ എപ്രകാരമാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണം, വിശദീകരണം നേടുക. ആശയങ്ങളെ ക്രോഡീകരിക്കാനുള്ള സഹായങ്ങൾ, കൺക്ലൂഷനിലോട്ട് കൊണ്ടുവരിക. അപ്പൊ ഇവിടെ എത്തിയപ്പോഴേക്കും, എക്സ്പ്ലനേഷൻ കഴിഞ്ഞപ്പോഴേക്കും ഓൾമോസ്റ്റ് ഏകദേശം എല്ലാം ആയി. കുട്ടി ആശയങ്ങൾ ക്രോഡീകരിക്കുക വരെ ചെയ്തു. ഏകദേശം നമ്മൾ ഭാഗം പഠിപ്പിച്ച് തീർന്നു. ദെൻ ഇലാബറേറ്റ് ഓർ എക്സ്റ്റെൻഡ്, തുടർ പ്രവർത്തനമാണ്. നമ്മൾ തുടർ പ്രവർത്തനങ്ങൾ കൊടുക്കുന്ന എപ്പോഴാണ്, ഈ ഹോംവർക്ക് കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ പഠിച്ചു തീർന്നതിന് ശേഷം ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലെ. നമ്മൾ ഇത് എന്തൊക്കെയാ പഠിച്ചത്, സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങൾ എന്തൊക്കെയാ. ഒരു ചെടിയിലെ ഒരു പൂവ് മാത്രം, അല്ലെങ്കിൽ ഒരു കാണ്ഡത്തിന്റെ ഭാഗം മാത്രം വരച്ചിട്ട് അതിലെ ഒരു ചെടിയുടെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തി
അല്ലെങ്കിൽ വരച്ചിട്ട് അതിനെ അടയാളപ്പെടുത്തുക, അല്ലെങ്കിൽ നിങ്ങൾ നിരീക്ഷിച്ച ഒരു സസ്യത്തെ വരച്ച് അതിന്റെ ഭാഗങ്ങൾ മാർക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യും നമ്മൾ കൊടുക്കും. ഇത് ചെറിയ ക്ലാസ്സിലെ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. ഉദാഹരണം, ഇതാണ് തുടർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ. കണ്ടെത്തിയ ആശയങ്ങളുടെ തുടർ സാധ്യതകൾ അന്വേഷിക്കുകയും പുതിയ സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഈ കുട്ടികൾ പഠിച്ച ആശയങ്ങളെ കൂടുതൽ ആഴത്തിൽ അവരിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഈ തുടർ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശം. അല്ലേ? നമ്മൾ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, നിത്യജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കി വ്യക്തത വരുത്തിയിട്ടുണ്ടോ എന്നൊക്കെ ഇവർ ഈ തുടർ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് മനസ്സിലാവും. നേടിയ ആശയത്തിൽ ആഴത്തിലുള്ള ധാരണ കുട്ടികളിൽ ഉണ്ടാകും. കുട്ടികൾ ഇതേ സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ നിരീക്ഷിക്കണം, അതുപോലെ ഇവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഉണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ലാസ്റ്റ് നിങ്ങൾ ഇവാലുവേറ്റ്, പഠിപ്പിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലേ? പഠനത്തിന്റെയും നേടിയ ധാരണയുടെയും തലങ്ങൾ തിരിച്ചറിയുന്ന ഘട്ടമാണ് വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ ഒരു സെഷൻ അവസാനിച്ചിട്ടോ അല്ലെങ്കിൽ നാളത്തെ ക്ലാസ്സിൽ ഞാൻ ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ചോദിക്കാം കേട്ടോ. അപ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തത വരും. നന്നായിട്ട് പഠിച്ചാൽ മതി. അപ്പോഴേക്കും ഞാൻ ക്വസ്റ്റ്യൻസ് കൂടെ ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് മനസ്സിലാവും. പഠനത്തിന്റെയും നേടിയ ധാരണയുടെയും തലങ്ങൾ തിരിച്ചറിയുന്ന ഘട്ടമാണ് ഈ വിലയിരുത്തൽ എന്ന് പറയുന്നത്. എത്രത്തോളം പഠിച്ചു, എത്രത്തോളം കുട്ടികൾക്ക് മനസ്സിലായി. കണ്ടിന്യൂസ് ഇവാലുവേഷൻ, നമ്മൾ എൻഗേജ് മുതലേ അവസാനം വരെ നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടി ഇരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അല്ലേ? ആ കുട്ടി പഠിക്കുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ, ചിന്ത എവിടെയാണ്, ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ മൂഡ് ഓഫ് ഇരിപ്പുണ്ടോ, ഇതൊക്കെ നമ്മൾ അധ്യാപകർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ക്ലാസ് തുടങ്ങുന്ന മുതൽ അവസാനിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ കുട്ടികളെയും ഇവാലുവേറ്റ് ചെയ്യും, അല്ലേ? കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും. നിരന്തര വിലയിരുത്തൽ, കുട്ടി സ്വയം വിലയിരുത്തും. എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റി എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്ന് കുട്ടി വിലയിരുത്തും. സഹപഠിതാക്കളുടെ വിലയിരുത്തൽ, ഗ്രൂപ്പായിട്ട് കുട്ടികൾ പരസ്പരം എന്ത് ചെയ്യും? വിലയിരുത്തും. അതുപോലെ ധാരണകള്, ശേഷികള്, ഇതൊക്കെ എന്ത് ചെയ്യും? വിലയിരുത്തല് ഈ ഒരു ഘട്ടത്തിൽ നടക്കും. അപ്പോ ഈ എലാബറേറ്റ് എന്നുള്ളതിനെ എക്സ്റ്റെൻഡ് എന്നും പറയും. അപ്പൊ ഏതൊക്കെയാണ് 5E ഘട്ടങ്ങൾ? എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, ഇലാബറേറ്റ്, ഇവാലുവേഷൻ. ഇലാബറേറ്റ് ഓർ എക്സ്റ്റെൻഡ്, ഇവാലുവേറ്റ്. അപ്പം നിങ്ങൾ 5E ഘട്ടങ്ങള് കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിക്കണം. ഓക്കെ, അടുത്ത ടോപ്പിക് പ്രഥമ ശുശ്രൂഷ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. വളരെ ഈസിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെപ്പറ്റി വളരെ നന്നായിട്ട് അറിയായിരിക്കും. പ്രഥമ ശുശ്രൂഷ സ്കൂളിൽ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പാഠമാണ് പ്രഥമ ശുശ്രൂഷ. അപ്പൊ എന്താണ് പ്രഥമ ശുശ്രൂഷ? ഒരു അപകടം നടന്നാലുടൻ ആദ്യമായിട്ട് സംഭവ സ്ഥലത്ത് എത്തുന്ന ആള് ചെയ്യേണ്ടി വരുന്ന പ്രാഥമിക കർത്തവ്യങ്ങളാണ് പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഒരു അപകടം നടന്നാലുടൻ ആദ്യമായിട്ട് ആ സംഭവ സ്ഥലത്ത് എത്തുന്ന ആള് അയാളെ ചെയ്യേണ്ടി വരുന്ന പ്രാഥമിക കർത്തവ്യങ്ങളെയാണ് എന്ത് പറയുന്നത്? പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. നമ്മൾ എന്തുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ഭാഗം പഠിക്കുന്നു എന്ന് വെച്ചാല്, ഒത്തിരി കുട്ടികൾ നമ്മളെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. കൊച്ചു കുട്ടികളായാലും വലിയ കുട്ടികളായാലും ക്ലാസ്സിൽ അപകടങ്ങൾ സംഭവിക്കും, അല്ലേ? അപ്പൊ ആദ്യം വന്ന് പറയുന്നത് അധ്യാപകരോടായിരിക്കും. പ്രഥമ ശുശ്രൂഷയെ പറ്റി വ്യക്തമായ ധാരണ ഓരോ അധ്യാപകർക്കും ഉണ്ടായിരിക്കണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രഥമ ശുശ്രൂഷ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപകടത്തിൽപ്പെട്ടയാളെ ആശുപത്രിയിലോ ഡോക്ടറുടെ അടുക്കലോ എത്തിക്കുന്നതിനിടയിലുള്ള സമയത്താണ് എന്ത് ചെയ്യുന്നത്? സാധാരണ പ്രഥമ ശുശ്രൂഷ നൽകാറുള്ളത്. ഇപ്പൊ നമ്മൾ ഒരു കുട്ടിക്ക് അപകടം പറ്റി, നമ്മളെ കുട്ടികളെ പറ്റി തന്നെ പറയാം. നമ്മൾ സ്കൂളില് ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് പെട്ടെന്ന് ഒരു അപകടം പറ്റി. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ പെട്ടെന്ന് വണ്ടി വിളിക്കണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ആ വണ്ടി വിളിച്ച് അല്ലെങ്കിൽ ആ വണ്ടി കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ എത്തുന്ന ആ ഒരു ടൈമിന് ഇടയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രഥമ ശുശ്രൂഷ കൊടുക്കുക. പ്രഥമ ശുശ്രൂഷ ചെയ്യാനായിട്ട് പ്രത്യേക ബിരുദങ്ങളോ ഒന്നും ആവശ്യമില്ല. ഒരുപാട് കാര്യങ്ങൾ ബിരുദാനന്തര ബിരുദം അതൊന്നും ആവശ്യമില്ല. അത്യാവശ്യം കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ ചെയ്യുന്ന പ്രഥമ ശുശ്രൂഷയെ പറ്റിയുള്ള വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. എന്ത് ചെയ്യണം എന്നുള്ള വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ഒരാളുടെ ആരോഗ്യത്തിന്റെ നില
അപകടമാവുന്ന ഏതു സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രഥമ ശുശ്രൂഷ കൊടുക്കാം. റോഡ് അപകടങ്ങള്, അഗ്നിബാധ, ആത്മഹത്യ ശ്രമം, വിവിധ തരത്തിലുള്ള അസുഖങ്ങള് എന്നിവയിലെല്ലാം പ്രഥമ ശുശ്രൂഷ നമുക്ക് നൽകേണ്ടതായിട്ട് വരും. ഇനി പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടതും മറ്റെന്തിനേക്കാളും പരിഗണിക്കപ്പെടേണ്ടതുമായിട്ടുള്ള മുഖ്യമായ ലക്ഷ്യം, അതായത് പ്രഥമ, ദ്വിതീയ, തൃതീയ ലക്ഷ്യം എന്ന് പറയുന്നത് അയാളുടെ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മള് പ്രഥമ ശുശ്രൂഷ കൊടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അപകടത്തിൽപ്പെട്ട ആളുടെ ജീവൻ നിലനിർത്തുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. അടുത്തതെന്ന് പറയുന്നത് അവസ്ഥ മോശമാകാതിരിക്കുക. അപ്പം അപകടത്തിൽപ്പെട്ട ആളുടെ അവസ്ഥ കൂടുതൽ ഗുരുതരമാകാതെ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ തടയുക എന്നുള്ളതാണ്. ഇപ്പോ ഒരു വലിയ മുറിവുണ്ടായി, രക്തം ഇങ്ങനെ വാർന്നൊഴുകുകയാണെങ്കിൽ ഒരു പ്രഥമ ശുശ്രൂഷ നൽകി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഈ രക്തം ഇങ്ങനെ വാർന്നു പോകുന്നത് നമുക്ക് തടയാനായിട്ട് പറ്റും. ഒത്തിരി ബ്ലഡ് പൊക്കഴിഞ്ഞാൽ അത് നില ഗുരുതരമാക്കും അല്ലെ? അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രഥമ ശുശ്രൂഷ കൊണ്ട് അയാളുടെ അവസ്ഥ മോശമാക്കാതിരിക്കാനായിട്ട് കഴിയും. ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുക. ആ ആളുടെ ആരോഗ്യം പൂർവ്വസ്ഥിതിയിലാക്കാനായിട്ട് സഹായിക്കുകയാണ്. ഇപ്പോ ഒരു അപകടത്തില് പെട്ടെന്നുണ്ടാകുന്ന ഈ ആഹാരം തൊണ്ടയിൽ കുടുങ്ങുക എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു പെട്ടെന്ന് മരണം സംഭവിച്ചു പോവാവുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ശരിയായ രീതിയിൽ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അയാളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റും. നമ്മൾ വ്യക്തമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ധാരണ ഉണ്ടായിരിക്കണം. അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, നമുക്കൊന്നും അറിയാതെ ചെയ്തു കഴിഞ്ഞാൽ അത് ഗുണത്തേക്കാൾ ഏറെ ദോഷമായിരിക്കും ഉണ്ടാക്കുന്നത്. മുറിവുകൾ ഏറ്റുകഴിഞ്ഞാൽ മുറിവേറ്റ ഭാഗം ശുദ്ധജലം കൊണ്ട് വൃത്തിയായിട്ട് കഴുകുക എന്നുള്ളതാണ്. മുറിവേറ്റ ഭാഗം ശുദ്ധജലം കൊണ്ട് വൃത്തിയായിട്ട് കഴുകുക. മുറിവേറ്റ ഭാഗം ഉയർത്തിപ്പിടിക്കുക. മുറിവേറ്റ ഭാഗം എന്ത് ചെയ്യണം? ഉയർത്തിപ്പിടിക്കണം. രക്തം വാർന്നു പോകാതിരിക്കാൻ മുറിവേറ്റ ഭാഗം വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് അമർത്തിപ്പിടിക്കണം. രക്തം വാർന്നു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? മുറിവേറ്റ ഭാഗം നല്ല വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് അമർത്തിപ്പിടിക്കാം. മുറിവിൽ കട്ട പിടിച്ച രക്തം നീക്കം ചെയ്യരുത്. രക്തം കട്ട പിടിച്ചിരിക്കുന്നത് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വീണ്ടും ബ്ലീഡിങ് ഉണ്ടാകും. മുറിവുകൾ തുറന്നു വയ്ക്കുന്നത് അണുബാധ ഏൽക്കാൻ ഇടയാകും. അതുകൊണ്ട് മുറിവുകൾ തുറന്നു വയ്ക്കുന്നത് എന്ത് ചെയ്യണം? തടയണം. വലിയ മുറിവുകളാണെങ്കിൽ മുറിവേറ്റയാളെ സൗകര്യപ്രദമായ രീതിയിൽ ഇരുത്തുകയോ കിടത്തുകയോ ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? മുറിവേറ്റ ആളെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കണം. ഇതാണ് മുറിവുകൾ. സാധാരണ എപ്പോഴും സ്കൂളിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു അപകടം എന്ന് പറയുന്നത് മുറിവുകളാണ്. ഇതാണ് നമ്മൾ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഒരാൾ വായിച്ചേ. മുറിവേറ്റ ഭാഗം ശുദ്ധജലം കൊണ്ട് വൃത്തിയാക്കി കഴുകുക. മുറിവേറ്റ ഭാഗം ഉയർത്തിപ്പിടിക്കുക. രക്തം വാർന്നു പോകാതിരിക്കാൻ മുറിവേറ്റ ഭാഗം വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് അമർത്തിപ്പിടിക്കണം. മുറിവിൽ കട്ട പിടിച്ച രക്തം നീക്കം ചെയ്യരുത്. മുറിവുകൾ തുറന്നു വയ്ക്കുന്നത് അണുബാധ ഏൽക്കാൻ ഇടയാകും. വലിയ മുറിവുകളാണെങ്കിൽ മുറിവേറ്റയാളെ സൗകര്യപ്രദമായ രീതിയിൽ ഇരുത്തുകയോ കിടത്തുകയോ ചെയ്യണം. മുറിവേറ്റ ആളെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കണം. ഓക്കെ. അപ്പൊ ഞാൻ അടുത്തത് പറയുന്നതിന് ഒരു കാര്യം പറയാം. ഞാൻ പറയുന്നത് നിങ്ങളെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. പഠിക്കാൻ സമയമില്ല എന്നുള്ള കാര്യം. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്കൂളിൽ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോഴും കിച്ചണിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് വെറുതെ കേട്ടാൽ മതി. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഏകദേശം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് കിട്ടും. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കഴിവതും കേൾക്കുക. ഓക്കെ. പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ മാക്സിമം ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ തന്നെ നല്ല മാർക്ക് കിട്ടും. അപ്പോൾ പറ്റുന്ന പോലെ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. മാക്സിമം നിങ്ങളുടെ എക്സാമിന് വരുന്ന എല്ലാ പോർഷൻസും EVS കവർ ചെയ്യും. അതുകൊണ്ട് അത് ഓർത്ത് ടെൻഷൻ ആവേണ്ട. ബാക്കി നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നില്ല എന്നതാണ് ഒരു വിഷയം. ഓക്കെ. അടുത്തത് മൂക്കിൽ നിന്ന് രക്തം വന്നാൽ. മൂക്കിൽ നിന്ന് രക്തം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് മുന്നോട്ട് ചായ്ച്ചിരുത്തുക. ചിത്രത്തിൽ കാണുന്ന പോലെ മുന്നോട്ട് ചായ്ച്ചിരുത്തുക. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലും നിത്യജീവിതത്തിലും ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് തള്ളവിരലും ചൂണ്ടുവിരലും. നിങ്ങളുടെ തള്ളവിരലൊന്ന് നോക്കിക്കേ. തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് എന്ത് ചെയ്യാം? മൂക്കിന്റെ അഗ്രഭാഗം അമർത്തി പിടിക്കുക. നിങ്ങൾക്ക് കഴിയുന്നവർ ജസ്റ്റ് ഒന്ന് ഡെമോ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് മറന്നു പോകത്തില്ല. മുന്നോട്ട് ചായ്ച്ചിരുത്തുക. then എന്ത് ചെയ്യണം? തള്ളവിരലും
ചൂണ്ടുവിരൽ ഉപയോഗിച്ച് മൂക്കിന്റെ അഗ്രഭാഗം അമർത്തി പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? വായിലൂടെ ശ്വസിക്കാൻ വേണ്ടി വായു നമ്മുടെ ശ്വാസം എന്ത് ചെയ്യണം? വായിലൂടെ ശ്വസിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുക. സംസാരിക്കാതിരിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുക. എത്രയും വേഗം എന്ത് ചെയ്യണം? വൈദ്യസഹായം തേടണം. ഇതാണ് മൂക്കിൽ നിന്ന് രക്തം വന്നാൽ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ കണ്ണിൽ പൊടി വീണ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ കണ്ണിൽ പൊടി വീണ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? കണ്ണ് നന്നായിട്ട് തിരുമും. പക്ഷെ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ശുദ്ധജലം കണ്ണിൽ ധാരധാരയായിട്ട് ഒഴിക്കുക. ശുദ്ധജലം എന്ത് ചെയ്യുക? കണ്ണിൽ ധാരധാരയായിട്ട് ഒഴിക്കുക. നനഞ്ഞ തൂവാലയുടെയോ മറ്റോ അറ്റം കൊണ്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പൊടി എന്ത് ചെയ്യണം? നല്ലപോലെ നനഞ്ഞ വൃത്തിയുള്ള തൂവാലയുടെ അഗ്രം കൊണ്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. കണ്ണിൽ തറച്ചു പോയ വസ്തുക്കളൊന്നും എന്ത് ചെയ്യരുത്? നമ്മൾ നീക്കം ചെയ്ത് കണ്ണിൽ നമ്മൾ പറ്റുന്നതും കഴിയുന്നതും ചെയ്യാൻ പറ്റുന്നത് വൃത്തിയുള്ള നല്ല വൃത്തിയായിട്ട് ശക്തമായിട്ടുള്ള, അതായത് ശുദ്ധജലം ഉപയോഗിച്ച് കഴുകുക എന്നുള്ളതാണ്. നന്നായിട്ട് കഴുകുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നനഞ്ഞ നല്ല വൃത്തിയുള്ള തൂവാലയുടെ എന്തെങ്കിലും അഗ്രം കൊണ്ട് എടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക എന്നുള്ളതാണ്. എന്തെങ്കിലും തറച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്നും ചെയ്യാതെ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക എന്നുള്ളതാണ്. ഉളുക്ക് ഒട്ടുമിക്ക പേർക്കും ഉണ്ടാവുന്ന ഒന്നാണ്. ഉളുക്ക് പെട്ടെന്നൊക്കെ സംഭവിക്കുന്നതാണ്. ഉളുക്കിയ ഭാഗം, ഈ ഭാഗത്തു നിന്നൊക്കെ പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഉളുക്കിയ ഭാഗം അനക്കാതെ ഉയർത്തി വെക്കുക. അപ്പൊ ഉളുക്ക് പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ ഭാഗം അനക്കാതെ ഉയർത്തി വെക്കുക. വേദന കുറയ്ക്കാനായിട്ട് ഐസ് പാക്ക് വെക്കുക. വേദന കുറയാൻ വേണ്ടി എന്ത് ചെയ്യണം? ഐസ് പാക്ക് വെക്കണം. സാധാരണ ഈ ഉളുക്കൊക്കെ വരുമ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് നല്ല എണ്ണയിട്ട് നല്ലപോലെ തിരുമവും തടവും ഒക്കെയാണ് ചെയ്യണം. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യണം? ഐസ് പാക്ക് വെക്കണം. ഐസ് വെക്കണം. ഈ വേദന കുറയ്ക്കാനും നീർക്കെട്ട് തടയാനും ഒക്കെ ഐസ് പാക്ക് സഹായിക്കും. അത് സിമ്പിൾ ആണ്. ഒരു പ്ലാസ്റ്റിക് കൂടില് ഐസ് കട്ട ഇട്ട ശേഷം അതിൽ കുറച്ച് വെള്ളം ചേർത്ത് ആ പ്ലാസ്റ്റിക് കവർ കെട്ടി അതിന് മുകളിലൊരു വൃത്തിയുള്ള തുണി വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? ഐസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഉളുക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഐസ് പാക്കാണ് വെക്കേണ്ടത്. ആ ഭാഗം അനക്കാതെ വെക്കണം. ചതവും അതുപോലെയാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും അപകടം പറ്റി ചതവ് വന്നു കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും? ആയുർവേദ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുക. നമ്മൾ നേരെ കൊണ്ടുപോകും, ചവിട്ടി തീരുമ്പോൾ ആ ചതവ് കൂടുതൽ പ്രശ്നമാക്കി മാറ്റും. ശരിക്കും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് വേദനയും നീർക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടി തണുത്ത വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ തുണിയോ ഐസ് പാക്കോ എന്ത് ചെയ്യണം? ചതവ് പറ്റിയ ഭാഗത്ത് വെക്കാം. ചൂടേൽപ്പിക്കുകയോ തിരുമുകയോ ചെയ്യരുത്. ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ചോദിക്കുന്നതാണ്. ചൂടേൽപ്പിക്കുകയോ തിരുമുകയോ എന്ത് ചെയ്യാൻ പാടില്ല? ചതവിന് ചെയ്യാനായിട്ട് പാടില്ല. ബോധക്ഷയം. ഈ കുട്ടികളൊക്കെ അസംബ്ലിയിലൊക്കെ നിൽക്കുമ്പോൾ ബോധം കിട്ടു വീഴും അല്ലേ? അപ്പൊ ബോധക്ഷയം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, തല ചുറ്റുന്നു എന്നറിയുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? കിടത്താനുള്ള സൗകര്യം ഒരുക്കണം. തല ചുറ്റുന്നു എന്ന് കുട്ടികൾ പറയുമ്പോൾ തന്നെ പെട്ടെന്ന് അവരെ കിടത്താനുള്ള സൗകര്യം ചെയ്യണം. കിടത്തിയ ശേഷം കാൽ ഉയർത്തി വെക്കണം. നമ്മളിങ്ങനെ കാല് മടക്കി മുട്ടുമടക്കി ഉയർത്തി വെക്കുന്ന പോലെ ഉയർത്തി വെക്കണം. ഇറുകിയ വസ്ത്രങ്ങളാണെങ്കിൽ അത് അയച്ചിടാനായിട്ട് ശ്രദ്ധിക്കണം. ചുറ്റും ആളുകൾ കൂടി നിൽക്കാതെ ശുദ്ധമായി ലഭ്യമാക്കണം. പൊതുവെ നമ്മൾ ഈ റോഡ് അപകടങ്ങളൊക്കെ പറ്റി ഈ ഒരു ബോധക്ഷയമൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന ഒരു പ്രശ്നം, ഒരു മണ്ടത്തരം എന്ന് പറയുന്നത്, ഈ ബോധം കെട്ടി കിടക്കുന്ന ആളിന് ചുറ്റും ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കും. ശരിക്കും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. എന്ത് ചെയ്യണം? ആൾക്ക് ശുദ്ധമായി ലഭ്യമാക്കണം. ഓൾറെഡി ഓക്സിജന്റെ ഇത് കുറഞ്ഞിട്ടാണ് ബോധം കെട്ട് വീഴുന്നത്. അപ്പോൾ ഉള്ള ഓക്സിജനും കൂടെ എന്ത് ചെയ്യും? എല്ലാരും കൂടെ ചുറ്റി നിന്ന് കിട്ടാത്ത അവസ്ഥയാക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ആളുകൾ കൂടി നിൽക്കാതെ ശുദ്ധവായുവൊക്കെ ലഭ്യമാക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതാണ് ബോധക്ഷയം വന്നാൽ നമ്മൾ കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അസ്ഥിഭംഗം, എല്ല് പൊട്ടുന്നത്. അപകടത്തിൽപ്പെടുമ്പോൾ ചിലപ്പോൾ അസ്ഥിക്ക് പൊട്ടലുണ്ടാകും. എന്നാൽ ചുറ്റുമുള്ള ശരീരഭാഗങ്ങൾക്ക് മുറിവുണ്ടാവത്തില്ല. അപ്പം രണ്ടു തരത്തിലാണ് പൊട്ടൽ ഉണ്ടാവുന്നത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ചില സാഹചര്യങ്ങളിൽ അസ്ഥിക്ക് പൊട്ടലുണ്ടാവും, ഉള്ളിലായിരിക്കും പൊട്ടൽ ഉണ്ടാകുന്നത്. പുറം ഭാഗത്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യത്തില്ല? അറിയത്തില്ല, മുറിവുകളൊന്നും ഉണ്ടാവത്തില്ല. ചില സന്ദർഭങ്ങളിൽ ഈ അസ്ഥി ഒടിഞ്ഞ് മാംസത്തിൽ തുളച്ചു കയറി പുറത്തു വരികയും ചെയ്യും. അപ്പം രണ്ട് സാഹചര്യമുണ്ട്. ഈ അവസരത്തിൽ എന്ത് ചെയ്യണം? ഈ മുറിവ് ഉണ്ടായി വരുന്ന സാഹചര്യത്തിൽ രക്തപ്രവാഹം തടയാനും മുറിവിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതിരിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഈ പൊട്ടലുണ്ട് അല്ലെങ്കിൽ ചതവ് പറ്റിയാൽ നമ്മൾ ഉളുക്ക് പറ്റിയാൽ നമ്മൾ കാൽ അനക്കരുതെന്ന് പറയുന്ന പോലെ കയ്യോ കാലോ പൊട്ടൽ പറ്റി അല്ലെങ്കിൽ അനക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ ഭാഗം
അനക്കാതെ വെക്കുക. അതിന് സ്പ്ലിന്റ് എന്ന് പറയുന്ന സാധനം ഇടാം. സ്പ്ലിന്റ്. ഈ സ്പ്ലിന്റ് എന്ന് പറഞ്ഞാല് ഈ നല്ല തടി കഷ്ണമോ ഈ കട്ടിയുള്ള കാർഡ് ബോർഡോ സ്കെയിലോ വെച്ചിട്ട് നമ്മളിപ്പോ കൈയാണെങ്കിൽ ആ ഒടുവ് പറ്റിയ ഭാഗത്ത് രണ്ട് സൈഡിലുമായിട്ട് വച്ച് നമ്മൾ അതിനെ കെട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗം എന്ത് ചെയ്യത്തില്ല, അനങ്ങത്തില്ല. അതിനെയാണ് നമ്മൾ സ്പ്ലിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പ്ലിന്റ് യൂസ് ചെയ്യാം നമുക്ക്. എന്നിട്ട് എന്ത് ചെയ്യാം, എത്രയും വേഗം വൈദ്യസഹായം തേടാം. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയാൽ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. പെട്ടെന്ന് മരണം വരെ സംഭവിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പ്രഥമ ശുശ്രൂഷ കൊടുത്തു കഴിഞ്ഞാൽ ആളെ ജീവൻ രക്ഷിക്കാൻ കഴിയും. അപ്പം നിങ്ങൾ ന്യൂസ് കണ്ടിട്ട് കുഞ്ഞിന്റെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു. അതുപോലെ 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സ് കുഞ്ഞു കുട്ടികളൊക്കെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു. മുതിർന്ന ആൾക്കാർ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ എപ്പോഴും ന്യൂസിലൊക്കെ കേൾക്കാറുണ്ട് അല്ലേ. വളരെ അപകടമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇത്. പെട്ടെന്ന് മരണം സംഭവിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ നമ്മൾ കറക്റ്റ് ടൈമിന് കൃത്യമായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ ആളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ആ ചിത്രത്തിൽ കാണിക്കുന്ന പോലെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയ ആള് എന്ത് ചെയ്യണം, അയാളെ ഒന്ന് ബെൻഡ് ചെയ്ത് നിർത്തണം. ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒന്ന് ബെൻഡ് ചെയ്ത് നിർത്തണം. എന്നിട്ട് ഒരു കൈ കൊണ്ട് വയറിന്റെ മുകൾ ഭാഗത്ത് അമർത്തി പിടിക്കണം. എന്നിട്ട് അതേ സമയത്ത് മറു കൈ കൊണ്ട് ആളുടെ പുറത്ത് എന്ത് ചെയ്യണം, ശക്തിയായിട്ട് അടിക്കണം. വയറിൽ അമർത്തി പിടിക്കണം, പുറകിൽ എന്ത് ചെയ്യണം, ശക്തിയായിട്ട് അമർത്തണം. നമ്മളൊരു 3 മുതൽ 5 പ്രാവശ്യം വരെ ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്തിട്ടും ഭക്ഷണ പദാർത്ഥം പുറത്തു വന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇതാണ് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയാൽ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഒരു കൈ കൊണ്ട് വയറിന്റെ മുകൾ ഭാഗത്ത് അമർത്തുക, അതേസമയം മറു കൈ കൊണ്ട് പുറത്ത് ശക്തിയായി അടിക്കുക. 3 മുതൽ 5 പ്രാവശ്യം വരെ ഇങ്ങനെ ചെയ്തിട്ടും ഭക്ഷണ പദാർത്ഥം പുറത്തു വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, എത്രയും വേഗം വൈദ്യസഹായം തേടണം. പൊള്ളലേറ്റ അത് നമുക്ക് അപകടങ്ങള് കോമൺ ആയിട്ട് ഈ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടമാണ് ഈ പൊള്ളലേൽക്കുക എന്ന് പറയുന്നത്. പൊള്ളലേൽക്കുമ്പോൾ നമ്മൾ ഒരുപാട് പേര് തെറ്റായിട്ടുള്ള പ്രഥമ ശുശ്രൂഷ ചെയ്യും. പൊള്ളലേറ്റ് കഴിഞ്ഞാൽ പൊള്ളലേറ്റ ഭാഗത്ത് തുടർച്ചയായിട്ട് തണുത്ത വെള്ളം ഒഴിക്കുക. ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് തണുത്ത വെള്ളം തുടർച്ചയായിട്ട് എന്ത് ചെയ്യണം, നല്ല തണുത്ത വെള്ളം ഒഴിക്കുക. ഇനി തീവ്രമായ പൊള്ളലേറ്റ ഭാഗത്ത് ഐസ് ഒന്നും വെക്കാനായിട്ട് പാടില്ല. ഈ പൊള്ളിയ ഭാഗത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തുണികള് ഒന്നും നീക്കം ചെയ്യാനും പാടില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് പൊള്ളലേറ്റ ഭാഗത്ത് ഔഷധം എന്ന ധാരണയിൽ എന്തെങ്കിലും പുരട്ടരുത്. സാധാരണ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ പേസ്റ്റ് പുരട്ടും. ശരിക്കും പറഞ്ഞാൽ പേസ്റ്റ് പുരട്ടാൻ പാടില്ല. ഇപ്പൊ വളരെ വലിയൊരു പൊള്ളലാണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് പേസ്റ്റ് പുരട്ടി പെട്ടെന്ന് ആൾക്കൊരു റിലീഫ് തോന്നുമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ പേസ്റ്റ് പുരട്ടാൻ പാടില്ല. പേസ്റ്റ് പുരട്ടി നേരെ കൊണ്ടുപോകുന്നത് പ്രഥമ ശുശ്രൂഷയാണ്. പേസ്റ്റ് പുരട്ടിയത് പൊള്ളുന്ന അവസ്ഥ അറിയാലോ. അവിടുത്തെ സ്കിൻ വളരെ സെൻസിറ്റീവ് ആയിട്ട് സോഫ്റ്റ് ആയിരിക്കും. നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഇപ്പൊ സിസ്റ്ററിന്റെ അടുത്ത് ഡോക്ടർ എന്ത് ചെയ്യും, പറയും അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറയും. ഈ പേസ്റ്റിന് ഒരു കുഴപ്പമുണ്ട്, എന്ത് ചെയ്യും, അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും. അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പേസ്റ്റ് നീക്കം ചെയ്യുമ്പോൾ അവിടെയുള്ള സ്കിന്നെല്ലാം പറഞ്ഞു പോരും. അപ്പോൾ നമ്മളെ ഗുണത്തിനേക്കാളേറെ ദോഷമാണത് ചെയ്യുന്നത്. വലിയ മുറിവായിട്ട് അത് മാറും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് സംഭവിക്കും. അതുകൊണ്ടാണ് പൊള്ളലേറ്റ ഭാഗത്ത് ഔഷധം എന്ന ധാരണയിൽ എന്തെങ്കിലും പുരട്ടരുത് എന്ന് പറയുന്നത്. ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് പൊള്ളലേറ്റ ഭാഗത്ത് തുടർച്ചയായിട്ട് തണുത്ത വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ്. വസ്ത്രത്തിൽ തീ പിടിച്ചാൽ വെള്ളം ഒഴിച്ച് തീ കെടുത്താനായിട്ട് ശ്രമിക്കുക. നമ്മൾ തീ എന്ത് ചെയ്യുക, വസ്ത്രത്തില് തീ പിടിച്ചു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് തീ കെടുത്താനായിട്ട് ശ്രമിക്കുക. നിലത്ത് കിടന്ന് ഉരുളുന്നത് തീ കെടുത്താൻ സഹായിക്കും. നമ്മളിങ്ങനെ നിലത്തിരുന്ന് ഉരുളുമ്പോൾ ഓക്സിജന്റെ സപ്ലൈ നമുക്കറിയാം കത്താൻ സഹായിക്കുന്ന വാതകമാണ് അല്ലേ. പെട്ടെന്ന് എന്ത് ചെയ്യും, തീ കെട്ടുപോകുന്നതിന് കാരണമാകും. പേടിച്ച് ഓടും. സാധാരണ തീ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പേടിച്ച് ഓടും. പേടിച്ച് നമ്മൾ ഓടിക്കഴിഞ്ഞാൽ കാറ്റിൽ എന്ത് ചെയ്യും, തീ ആളി കത്തി നല്ല രീതിയിൽ ഓക്സിജൻ കിട്ടും. അപ്പൊ എന്ത് ചെയ്യും, നല്ല രീതിയിൽ തീ ആളി കത്തും. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും ഓടരുത്. നിലത്ത് കിടന്ന് ഉരുളുന്നത് നല്ലതാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കട്ടിയുള്ള പുതപ്പോ ചണച്ചാക്കോ കൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യണം, പൊതിയണം. ആ പൊള്ളലേറ്റ ആളെ പൊതിയണം. അപ്പൊ എന്ത് ചെയ്യും, അവിടെ ഈ പറഞ്ഞ പോലെ ഓക്സിജൻ സപ്ലൈ കുറയുകയും തീ അണഞ്ഞു പോകുന്നതിന് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതാണ് വസ്ത്രത്തിൽ തീ പിടിച്ചാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്.
ഇത് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യം ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നത്. പാമ്പ് കടി. പാമ്പ് കടിയായിട്ട് ആൾക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആളെ സമാധാനിപ്പിക്കുക. അപ്പൊ നമ്മൾ പൊതുവെ പാമ്പിനെ കാണുമ്പോഴേ പേടിക്കും. ഇപ്പൊ പാമ്പ് കടിച്ചു എന്ന് പറയുമ്പോൾ പാമ്പ് കടിയേറ്റ ആളെക്കാളും ചുറ്റും കൂടി നിൽക്കുന്നവർ പേടിക്കുക. അയ്യോ വിഷമുള്ള പാമ്പാണ് എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യും? ആൾക്ക് ഭയങ്കര പേടിയുണ്ടാവും. പാമ്പ് കടിയേറ്റ ആളെ സമാധാനിപ്പിക്കുക. അതിപ്പോ വലിയ മൂർഖനാണ് കടിച്ചെങ്കിൽ ഈ കുഴപ്പമില്ല, അതൊരു ചേരയാണ് അല്ലെങ്കിൽ വിഷം ഇല്ലാത്തതാണെന്ന് പറഞ്ഞ അയാളെ സമാധാനിപ്പിക്കുക. ഇനി ഈ പാമ്പ് കടിയേറ്റ ആളെ എന്ത് ചെയ്യാൻ പാടില്ല? ഓടാനോ നടക്കാനോ അനുവദിക്കരുത്. നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, നമുക്ക് പാമ്പ് കടി ഏൽക്കുമ്പോൾ നമ്മൾ ടെൻഷൻ ആവുമ്പോൾ തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റിന്റെ റേറ്റ് കൂടും. പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് നടക്കൂലേ. ഇപ്പൊ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന സമയത്ത് ഈ വിഷം നമ്മുടെ ശരീരത്തിൽ സ്പ്രെഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് സമാധാനിപ്പിക്കുക എന്ന് പറയുന്നത്. അതുപോലെ ഓടാനും നടക്കാനോ അനുവദിക്കരുത്. കടിയേറ്റ ഭാഗം വൃത്തിയായിട്ട് കഴുകുക. കടിയേറ്റ ഭാഗം താഴ്ത്തി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. എത്രയും വേഗം വൈദ്യസഹായം തേടുക. ഇതല്ല, ഇതിന് പുറമെ നമ്മൾ പരീക്ഷയ്ക്ക് ശരി ഉത്തരമായിട്ട് കാണുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. മുറിവേറ്റ ഭാഗത്തിന് മുകൾ ഭാഗത്തായിട്ട് എന്തെങ്കിലും കയറോ തുണിയോ ഉപയോഗിച്ച് കെട്ടുക, മുറുക്കി കെട്ടുക. നമ്മുടെ പരീക്ഷയ്ക്ക് കാണുന്ന ഒരു ഓപ്ഷൻ ആണത്. അതുകൂടെ ഓർക്കുക കേട്ടോ. കടിയേറ്റ ഭാഗത്തിന് മുകൾ ഭാഗത്തായി കയറോ അല്ലെങ്കിൽ തുണിയോ ഉപയോഗിച്ച് നല്ല കട്ടിയായിട്ട് വൃത്തിയായിട്ട് മുറുക്കി കെട്ടുക. ഇനി ഏത് പാമ്പാണ് കടിച്ചതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സ എളുപ്പമാക്കാനായിട്ടും സാധിക്കും. ഇതാണ് പാമ്പ് കടി. വെള്ളത്തിൽ വീണുണ്ടാകുന്ന അപകടങ്ങൾ. ഈ പറഞ്ഞ പോലെ ഒത്തിരി അപകടങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ വെള്ളത്തിൽ വീണിട്ട്. ഈ വിനോദസഞ്ചാരങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ എന്ത് ചെയ്യും? വെള്ളത്തിൽ ഇറങ്ങും, വെള്ളത്തിൽ കളിക്കും, പരിചയമില്ലാത്ത സ്ഥലമായിരിക്കും, ആഴത്തിൽ പെട്ട് പോകും. അപ്പൊ എന്ത് ചെയ്യും? കൂടെയുള്ള ആൾക്കാര് നീന്തൽ അറിയാമോ അറിയില്ലയോ പെട്ടെന്ന് എടുത്തു വെച്ച് ചാടും. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇനി അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നീന്തല് അറിയുന്ന ആൾക്കാര് മാത്രം എന്ത് ചെയ്യണം? രക്ഷിക്കാനായിട്ട് ഇറങ്ങി ചാടണം. അല്ലെങ്കിൽ രക്ഷിക്കാൻ ചാടിയ ആളെയും കൂടെ അപകടത്തിലായിട്ട് പോകും. പിന്നെ നീളമുള്ള കയറോ തുണിയോ തടിക്കഷ്ണമോ എന്തെങ്കിലും ഇട്ടുകൊടുത്ത് എന്ത് ചെയ്യാം? അപകടത്തിൽപ്പെട്ട ആളെ കരത്തേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം. വെള്ളത്തിൽ മുങ്ങിപ്പോയ ആളെ രക്ഷിക്കാൻ പുറപ്പെടുമ്പോൾ സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. വൈദ്യുതാഘാതം ഏൽക്കുമ്പോൾ കൊടുക്കേണ്ട പ്രഥമ ശുശ്രൂഷ. ഇലക്ട്രിക് ഷോക്ക്. നമുക്ക് ഈ വീട്ടിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ചെറിയ രീതിയിലൊക്കെ നമുക്ക് വൈദ്യുതാഘാതമൊക്കെ ഏൽക്കാറുണ്ടല്ലേ. വൈദ്യുതാഘാതം ഏൽക്കുന്നതിന്റെ ഫലമായിട്ട് ശരീര താപനില കുറയുകയും രക്തത്തിന്റെ വിസ്കോസിറ്റി കൂടി രക്തം കട്ട പിടിക്കുകയും ചെയ്യുന്നു. കൂടാതെ ശരീരത്തിലെ പേശികൾ ചുരുങ്ങും. ശരിക്കും നമുക്ക് ഷോക്ക് അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ കൈയൊക്കെ മരവിക്കും. പിന്നെ ഭയങ്കരമായ തരിപ്പായിരിക്കും. കൈയൊക്കെ മരവിച്ച് നമ്മുടെ കൈകൾക്ക് ഭയങ്കര വേദനയായിരിക്കും. കൈയിലെ പേശികളൊക്കെ അനങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ വരും. അപ്പോ ഈ വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രാവകങ്ങളുടെ ഒഴുക്കിനെ തടയുന്ന ഒരു ബലമാണ്. ദ്രാവകങ്ങളുടെ ഒഴുക്കിനെ തടയുന്ന ഒരു ബലമാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും എല്ലാ ദ്രാവകങ്ങൾക്കും വിസ്കോസിറ്റി ഉണ്ട്. വിസ്കോസിറ്റി ഏറ്റവും കൂടിയ ദ്രാവകം എന്ന് പറയുന്നത് തേനാണ്. ഇപ്പൊ തേന് നമ്മളൊരു ഗ്ലാസ് റോഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ് സ്ലൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഒഴുക്കിയിട്ട് തൊട്ടടുത്ത് വെള്ളം വെച്ച് ഒഴുക്കി കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ ഒഴുകി വരുന്നത് വെള്ളമായിരിക്കും. തേൻ വളരെ സാവധാനത്തിലേ എന്ത് ചെയ്യുള്ളൂ? ഒഴുകി വരുള്ളൂ. നല്ല കട്ടിയാണ്. അപ്പൊ എന്താണ്? ഇതിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ഒരു ഓപ്പോസിങ് ഫോഴ്സ് ആണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ വൈദ്യുതാഘാതം ഏൽക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, ശരീര താപനില കുറയും. കൈയും കാലൊക്കെ അതായത് എവിടെയാണോ ഷോക്ക് അടിക്കുന്നത് അവിടെ മരവിക്കുമല്ലോ. ഇപ്പൊ കയ്യിലാണെങ്കിൽ കൈ മരവിക്കും, ഫുൾ ബോഡി ആണെങ്കിൽ ഫുൾ ബോഡി മരവിക്കും. അപ്പോഴെന്താ ചെയ്യുക? വിസ്കോസിറ്റി കൂടും. രക്തം കട്ട പിടിക്കും. രക്തം കട്ട പിടിച്ചു കഴിഞ്ഞാൽ മരണം സംഭവിക്കും അല്ലെ. അതുപോലെ ശരീരത്തിലെ പേശികള് ചുരുങ്ങും. ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. ഷോക്ക് ഏറ്റ ആളും വൈദ്യുത കമ്പിയും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പൊ ഒരാൾക്ക് ഷോക്ക് ഏറ്റെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണം. അല്ലാതെ അയാളെ കയറി പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പിടിക്കുന്ന ആൾക്കും അപകടം സംഭവിക്കും. അപ്പൊ ആദ്യം ചെയ്യേണ്ട പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വൈദ്യുത ബന്ധം വിച്ഛേദിക്കുക വേർപെടുത്തുക എന്നുള്ളതാണ്. ശരീര താപനില വർദ്ധിപ്പിക്കുക. ഇപ്പൊ ഓൾറെഡി അയാളുടെ ശരീര താപനില കുറയുവാണ്. അപ്പൊ നല്ല പോലെ ശരീരം തിരുമ്മി എന്ത് ചെയ്യണം?
ചൂട് പിടിപ്പിക്കണം. ഭയങ്കരമായ ഷോക്ക് അടിച്ചിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. എനിക്കിപ്പോ റീസെന്റ് ഷോക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല ഇപ്പോഴും കൈയൊക്കെ ഭയങ്കര പെയിൻ ആണ്. അപ്പൊ എന്തെങ്കിലും നല്ലപോലെ ശരീരം തിരുമ്മി ചൂട് പിടിപ്പിക്കണം. പിന്നെ ആളുടെ ബോധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകണം. പിന്നെ മസിലുകളൊക്കെ നല്ലപോലെ തിരുമ്മി കൊടുക്കണം. കാര്യം ശരീരത്തിലെ പേശികളെല്ലാം ചുരുങ്ങിയായിരിക്കും ഇരിക്കുന്നത്. മൊത്തത്തിലെ ശരീര താപനില കുറഞ്ഞ് രക്തം കട്ട പിടിക്കുന്ന ഒരവസ്ഥയായിരിക്കുമല്ലോ. അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യണം, തിരുമ്മി നല്ലപോലെ ചൂട് എന്ത് ചെയ്യണം, വർദ്ധിപ്പിച്ചു കൊടുക്കണം. പിന്നെ ഹൃദയം പ്രവർത്തിപ്പിക്കാനുള്ള പ്രഥമ ശുശ്രൂഷ ആരംഭിക്കുക. ഇത് ബോധക്ഷയം വരുന്ന തരത്തിലുള്ള അപകടമാണെങ്കിലാണ് നെഞ്ചിൽ ക്രമമായി ശക്തമായി അമർത്തി എന്ത് ചെയ്യണം, CPR കൊടുക്കണം. എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക. അപ്പോൾ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് ഒരാൾ പെട്ടെന്ന് വൈദ്യുതാഘാതം ഏൽക്കുകയാണ്, പെട്ടെന്ന് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണം. വൈദ്യുതിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ആളുടെ നന്നായിട്ട് കൈയും കാലും ഒക്കെ തിരുമ്മി നല്ലപോലെ മസിൽസ് ഒക്കെ നന്നായിട്ട് തിരുമ്മി ആൾക്ക് ഹീറ്റ് ആക്കാനായിട്ട്, ചൂട് താപനില വർദ്ധിപ്പിക്കാനായിട്ടുള്ള ശ്രമിക്കണം. കൃത്രിമ ശ്വാസോച്ഛ്വാസം, ബോധക്ഷയം വന്നു കഴിഞ്ഞാൽ ശ്വാസോച്ഛ്വാസം കൊടുക്കുക, CPR കൊടുക്കുക. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഇതാണ് വൈദ്യുതാഘാതം ഏൽക്കുമ്പോൾ കൊടുക്കേണ്ട പ്രഥമ ശുശ്രൂഷ. നമുക്ക് വൈദ്യുതാഘാതം ഏൽത്താലും നമുക്ക് കയ്യിലാണ് നിസ്സാരമായിട്ട് കാണാതെ എന്ത് ചെയ്യണം, നന്നായിട്ട് കൈയൊക്കെ തിരുമ്മി മസിൽസ് ഒക്കെ തിരുമ്മി എന്ത് ചെയ്യണം, നല്ല രീതിയിൽ മസാജ് ഒക്കെ ചെയ്തു കൊടുക്കണം. എങ്കിലേ ശരീര താപനിലയൊക്കെ കറക്റ്റ് ആവുള്ളൂ, ഇല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ആവും. ഓക്കെ. പ്രഥമ ശുശ്രൂഷാ ദിനം ചോദിക്കുന്നതാണ്. പ്രഥമ ശുശ്രൂഷയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും സെപ്റ്റംബറിലെ സെക്കൻഡ് സാറ്റർഡേ, എല്ലാ വർഷവും സെപ്റ്റംബർ മാസം 2ാം ശനിയാഴ്ച പ്രഥമ ശുശ്രൂഷ ദിനമായിട്ട് എന്ത് ചെയ്യും, ആചരിക്കും. പ്രഥമ ശുശ്രൂഷ ദിനമായിട്ട് ആചരിക്കും. ഒരു പ്രഥമ ശുശ്രൂഷ കിറ്റ് എല്ലാ സ്കൂളുകളിലും എല്ലാ ക്ലാസ്സുകളിലും ഉണ്ടായിരിക്കണമെന്നും അതുപോലെ എല്ലാ വാഹനങ്ങളിലും ഉണ്ടാവണം. അത്യാവശ്യം വീടുകളിലും ജോലി സ്ഥലങ്ങളിലെല്ലാം ഒരു പ്രഥമ ശുശ്രൂഷ കിറ്റിന്റെ ആവശ്യമുണ്ട്. പെട്ടെന്നുണ്ടാവുന്ന അപകടങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രഥമ ശുശ്രൂഷ കിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും, നമുക്ക് ആവശ്യം വരുന്ന സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. റബ്ബർ ഗ്ലൗസ്, കത്രിക, ചവണ, ട്യൂസേഴ്സ്, സൂചി, തെർമോമീറ്റർ, വിവിധതരം ബാൻഡേജുകള്, പരുത്തി, വൃത്തിയുള്ള തുണി, അണുനാശിനി, സോപ്പ്, CPR മാസ്ക്, ഇതൊക്കെയാണ് ഒരു പ്രഥമ ശുശ്രൂഷ കിറ്റിനകത്ത് അത്യാവശ്യം വേണ്ടത്. റബ്ബർ ഗ്ലൗസ്, കത്രിക, ചവണ, സൂചി, തെർമോമീറ്റർ, വിവിധതരം ബാൻഡേജുകള്, പരുത്തി, വൃത്തിയുള്ള തുണി, അണുനാശിനി, സോപ്പ്, CPR മാസ്ക് ഒക്കെ എന്ത് വേണം, ഫസ്റ്റ് എയ്ഡ് കിറ്റിനകത്ത് വേണം. ഓക്കെ, ഇത്രയാണ് പ്രധാനമായിട്ട് നമുക്ക് ഫസ്റ്റ് എയ്ഡിനെ പറ്റി പഠിക്കാനുള്ളത്. ക്ലാസ് കഴിയാറാകുമ്പോൾ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇടാം. എന്തെങ്കിലും സംശയം ഉണ്ടോ നമ്മൾ ഇതുവരെ പഠിച്ച പോർഷനകത്ത്? വളരെ എളുപ്പമാണ് ഫസ്റ്റ് എയ്ഡ്, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്നതുമാണ്. 1-2 കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാനായിട്ടുള്ളൂ. ആ ചതവ്, ഉളുക്ക് അതൊക്കെ വരുമ്പോൾ അതൊക്കെ തെറ്റിപ്പോവാനുള്ള സാധ്യത ഉള്ള ഭാഗങ്ങളാണ്. ബാക്കി ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചാൽ മതി, ഈസി ആയിട്ട് നമുക്ക് അതിനകത്തുള്ള ആൻസർ കിട്ടും. ഓക്കെ. വർഗീകരണം, ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. 2 കിങ്ഡം, 3 കിങ്ഡം, 4 കിങ്ഡം, 5 കിങ്ഡം, 6 കിങ്ഡം. ചിത്രത്തിലെ 2 ജീവികളുണ്ട് അല്ലെ, ഒരു പട്ടിക്കുട്ടിയും ഉണ്ട്, ഒരു പൂച്ചക്കുട്ടിയും ഉണ്ട്. നമ്മൾ കുട്ടികളുടെ അടുത്ത് പറയാണ്, ഈ ചിത്രത്തിലുള്ള 2 ജീവികളുടെയും സാമ്യങ്ങളും അതുപോലെ വ്യത്യാസങ്ങളും പട്ടികപ്പെടുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സാമ്യങ്ങൾ പറയുമ്പോ എന്ത് പറയും? സാമ്യങ്ങൾ എന്ത് പറയും? പറഞ്ഞേ, 1-2 പറഞ്ഞേ. മിശ്രഭോജികളാണ്, ആ, 4 കാലുണ്ട്, വാലുണ്ട്, ചെവിയുണ്ട്, വീട്ടിൽ വളർത്തും, കൂർത്ത കോമ്പല്ല്, കൂർത്ത കോമ്പല്ല്. നമ്മൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയും അല്ലെ. വലിപ്പം, വലിപ്പം എങ്ങനെയാണ്, അതിന്റെ സൗന്ദര്യം എങ്ങനെയാണ്? 4 കാലുണ്ട്, നല്ല ഭംഗിയുള്ള വാലുണ്ട്, നല്ല ഭംഗിയുള്ള കണ്ണുകളുണ്ട്, ചെവിയുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. അതിന്റെ വേഗത, അത് എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, അതിന്റെ പല്ല് എങ്ങനെയാണ്, അതിന്റെ നഖങ്ങൾ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കുറച്ച് മാനദണ്ഡങ്ങൾ, കുറച്ച് ക്ലൂസ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ പ്രത്യേകതകൾ നമ്മൾ തരംതിരിക്കുന്നത് അല്ലെ. ഇവിടെ ചിത്രത്തില്
സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നില്ല, ഞാൻ തന്നെ പറയുവാണ്. കുറച്ച് ജീവികളുണ്ട്, 6 ജീവികളുണ്ട്. ഇപ്പൊ ഈ 6 ജീവികളെ വർഗീകരിച്ചിരിക്കുവാണ്. അപ്പൊ ഓരോ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വർഗീകരിച്ചിട്ടുള്ളത്. ഒന്നാമത് ചിറക്. ചിറക് എന്നുള്ളതില് ചിറകുള്ളവ, ചിറകില്ലാത്തവ, ചിറകുള്ളവ, ചിറകില്ലാത്തവ. അപ്പൊ 2 എണ്ണത്തിന് ചിറകില്ല. അപ്പൊ ആ 2 എണ്ണത്തിന് എന്ത് ചെയ്തു? സെപ്പറേറ്റ് ഗ്രൂപ്പിലായിട്ട് വന്നു. ഓക്കെ. ഇനി ചിറകുകളുടെ എണ്ണം വരുമ്പോ വ്യക്തമായിട്ട് കാണാവുന്ന ഒരു ജോഡി ചിറക്, നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന 2 ചിറകുകൾ, വ്യക്തമായി കാണാവുന്ന 2 ജോഡി ചിറക്, മൊത്തം 4 ചിറക്. 2 ചിറകുള്ളവ, 4 ചിറകുള്ളവ, നമുക്ക് അങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അവിടെ വീണ്ടും 3 എണ്ണം വന്നിട്ടുണ്ട്. ആ 3 എണ്ണത്തിനെ വീണ്ടും തരംതിരിക്കുകയാണ്. കാലുകളുടെ പ്രത്യേകത. അപ്പൊ കാലുകൾക്ക് ഒരേ നീളമാണ്. ഇപ്പൊ തുമ്പിയുടെയും ബട്ടർഫ്ലൈയുടെയും എല്ലാ കാലുകൾക്കും ഒരേ നീളമാണ്. ഇനി ഒരു പച്ചത്തുള്ളൻ വിട്ടിലെടുത്തു കഴിഞ്ഞാൽ അതിന്റെ 2 കാലുകൾക്ക് വലിപ്പം കൂടുതലാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്തു? വീണ്ടും വ്യത്യസ്തത വന്നു. ഈ 2 ജീവികളെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുവാണ് ചിറകുകളുടെ പ്രത്യേകത. അതിൽ തുമ്പിക്ക് എന്താണ്? സുതാര്യമായ ചിറകുകൾ, വളരെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ചിറകാണ്. സുതാര്യമല്ലാത്ത ചിറക്, നിറച്ച് നിറങ്ങളുള്ള ചിറകാണ് ബട്ടർഫ്ലൈയുടേത്. അപ്പോ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ചിറകുകളുടെ പ്രത്യേകത വരുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമുക്ക് ഈ ജീവികളെ ഈസി ആയിട്ട് തരംതിരിക്കാൻ പറ്റിയത്? ജീവികളുടെ എണ്ണ കുറവാണ്, വളരെ കുറച്ച് ജീവികളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കൃത്യമായിട്ടുള്ള സൂചകങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെ? ചിറക്, ചിറകുകളുടെ എണ്ണം, പിന്നെന്താണ്? കാലുകളുടെ വലിപ്പം, അങ്ങനെ കൃത്യമായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ്, സൂചകങ്ങൾ ഉണ്ടായിരുന്നു. ഇനി ഓരോ സൂചകത്തിലും 2 ഓപ്ഷൻ, 2 തിരഞ്ഞെടുക്കൽ സാധ്യതകൾ ഉണ്ടായിരുന്നു. ചിറകാണെങ്കിൽ ഒരു ജോഡി ചിറകുള്ളവ, 2 ജോഡി ചിറകുള്ളവ, അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഈസി ആയിട്ട് ഈ ജീവികളെ തരംതിരിക്കാനായിട്ട് പറ്റി. അപ്പോ സസ്യജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞ് വർഗീകരണത്തിന്, അവയെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ശാസ്ത്രീയ സൂചകങ്ങളാണ് ടാക്സോണമിക് കീകൾ. ഇപ്പോ ഈ ചിറകുള്ളവ, ചിറകില്ലാത്തവ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ശാസ്ത്രീയ സൂചകങ്ങളെ എന്ത് പറയുന്നു? ടാക്സോണമിക് കീകൾ എന്ന് പറയുന്നു. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? സസ്യജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ടാക്സോണമിക് കീകളിൽ ഒന്നാണ് ഡൈക്കോട്ടമസ് കീകൾ. ഡൈക്കോട്ടമസ് കീകൾ. അപ്പൊ നമ്മളിപ്പോ കണ്ട ആ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡൈക്കോട്ടമസ് കീ ആണ്. ഇതിലെ ഓരോ സൂചകവും 2 തിരഞ്ഞെടുക്കൽ സാധ്യത ഉണ്ടായിരിക്കും. ഓരോ സൂചകത്തിനും 2 തിരഞ്ഞെടുക്കൽ സാധ്യത ഉണ്ടായിരിക്കും. അപ്പൊ തിരിച്ചറിയേണ്ട ജീവിയുടെ സവിശേഷതകൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ജീവിയെ തിരിച്ചറിയാനും തരംതിരിക്കാനും സാധിക്കും. ഓക്കെ. ഇത് മാത്രം, ഡൈക്കോട്ടമസ് കീ മാത്രമല്ല, ഒരുപാട് പുതുതായിട്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളുടെ സവിശേഷതകളൊക്കെ ഉൾപ്പെടുത്തി ഒത്തിരി ടാക്സോണമിക് കീകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് സമാനതകളുടെ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തത്? തരംതിരിച്ചത്, അല്ലെ? അപ്പൊ ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഗ്രൂപ്പുകളാക്കാനായിട്ട്, ജീവികളെ ഗ്രൂപ്പുകളാക്കാനായിട്ട് ഈ വർഗീകരണത്തിലൂടെ സാധിക്കും. വർഗീകരണ ശാസ്ത്രം, അതിനാണ് ടാക്സോണമി എന്ന് പറയുന്നത്. ജീവികളെ തിരിച്ചറിഞ്ഞ് അവയുടെ സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കാനും ശാസ്ത്രീയമായിട്ട് ഒരു ജീവിയെ തിരിച്ചറിഞ്ഞ് അതിന്റെ സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും അവയ്ക്ക് ശാസ്ത്രീയമായിട്ട് പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് വർഗീകരണ ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പം ഒരു പുതിയതായിട്ട് ഒരു ജീവിയെ കണ്ടെത്തി കഴിഞ്ഞ്, ഒത്തിരി ജീവികളെ കണ്ടെത്താറുണ്ട്, അല്ലെ? ഒരു ജീവിയെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് ആ ജീവി മറ്റേതൊക്കെ ജീവിയുമായിട്ട് സാമ്യതയുണ്ട്, വ്യത്യാസമുണ്ട്, അതൊക്കെ നോക്കും. പിന്നെ ശാസ്ത്രീയമായിട്ട് പേര് കൊടുക്കും. ഇതൊക്കെ ചെയ്യുന്ന ശാസ്ത്രശാഖ എന്ത് പറയും? വർഗീകരണ ശാസ്ത്രം, ടാക്സോണമി എന്ന് പറയും. അപ്പൊ ഈ വർഗീകരണം ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തരംതിരിക്കാനായിട്ട് ജീവികളുടെ സ്വഭാവ സവിശേഷതകള്, അവയുടെ ബാഹ്യഘടന, ആന്തരഘടന, ജനിതക ഘടന, പരിണാമ ചരിത്രം, ഇവയെല്ലാം പഠിക്കും. എന്തൊക്കെ പഠിക്കും? ജീവികളുടെ സ്വഭാവ സവിശേഷതകള്, ബാഹ്യഘടന, ആന്തരഘടന, ജനിതക ഘടന,
പരിണാമ ചരിത്രം എല്ലാം പഠിക്കും. ഈ പഠനത്തിലൂടെ വിവിധ ജീവി വിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധവും തിരിച്ചറിയും. അപ്പൊ ഇങ്ങനെ തരംതിരിക്കുന്നതിലൂടെ മറ്റു ജീവികളായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, എന്തൊക്കെ സാമ്യമാണുള്ളത്, എന്തൊക്കെ വ്യത്യാസങ്ങളാണുള്ളത് എന്നൊക്കെ പഠിക്കാനും പറ്റും. ഈ വർഗീകരണ തലങ്ങളൊക്കെ നിജപ്പെടുത്തി ഈ വർഗീകരണത്തിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിത്തറ നൽകിയത് കോൾ ലിനേയസ്. താഴെ ഒരു റെഡ് കളർ ബോക്സിനകത്ത് കിടപ്പുണ്ട്. കോൾ ലിനേയസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് കോൾ ലിനേയസ്. കോൾ ലിനേയസ് ആണ് വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുറച്ച് ഹിസ്റ്ററി ഉണ്ട്. അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഇന്നലെ പഠിച്ചല്ലോ. ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചു. അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്തു? ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചു. തിയോഫ്രസ്റ്റസിനെ സസ്യശാസ്ത്രത്തിന്റെ പിതാവെന്നാണ് അറിയപ്പെടുന്നത്, അല്ലേ? സസ്യശാസ്ത്രത്തിന്റെ പിതാവ് ആരാ? ആരും ഇല്ലേ? കേൾക്കുന്നില്ലേ? തിയോഫ്രസ്റ്റസ് ആണ്. അപ്പൊ ഇദ്ദേഹം സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നിങ്ങനെ തരംതിരിച്ചു. സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ. എന്താ ഏകവർഷികൾ? നമ്മൾ പഠിച്ചതാണ്. ഒരു വർഷം മാത്രം ജീവിച്ചിരിക്കുന്ന സസ്യങ്ങള്, ഹ്രസ്വകാല സസ്യങ്ങൾ. ദ്വിവർഷികൾ 2 വർഷം 2 വർഷം. കുറ്റിച്ചെടി 2 വർഷക്കാലം അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നത്. ബഹുവർഷികൾ അനേകകാലം ജീവിച്ചിരിക്കുന്നു. 2 കൂടുതൽ വർഷം ജീവിച്ചിരിക്കുന്നവയാണ് ബഹുവർഷികൾ. അപ്പൊ അവയെ ക്ലാസിഫൈ ചെയ്തത് തിയോഫ്രസ്റ്റസ് ആണ് കേട്ടോ. ഇനി ചരകൻ, ആയുർവേദത്തിന്റെ പിതാവാണ് ചരകൻ. അദ്ദേഹം 200ഓളം സസ്യജന്തുജാലങ്ങളെ ഉൾപ്പെടുത്തി ചരക സംഹിത എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചു. ഏകദേശം 200ഓളം സസ്യജന്തുജാലങ്ങൾ ഉൾപ്പെടുത്തി ചരക സംഹിത എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചു. ജോൺ ഡ്രേ 18,000-ലധികം സസ്യങ്ങളെ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ പുസ്തകത്തിനകത്ത് ഏകദേശം 18,000-ലധികം സസ്യങ്ങളെ പറ്റി രേഖപ്പെടുത്തി. അതുപോലെ സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതും ജോൺ ഡ്രേ ആണ്. സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതും ജോൺ റേ ആണ്. അടുത്ത ആളാണ് കോൾ ലിനേയസ്. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നാണ് കോൾ ലിനേയസ് അറിയപ്പെടുന്നത്. നമ്മളിപ്പോ പഠിച്ചല്ലോ. വ്യത്യസ്ത വർഗീകരണ തലങ്ങൾ നിർദ്ദേശിച്ചു. അതുപോലെ ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചു. വ്യത്യസ്ത വർഗീകരണ തലങ്ങൾ നിർദ്ദേശിച്ചു. അതുപോലെ എന്ത് ചെയ്തു? ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചു. കോൾ ലിനേയസ് നിർദ്ദേശിച്ച വർഗീകരണ തലങ്ങളാണ് ഈ തന്നിട്ടുള്ളത്. ലിനേയസ് നിർദ്ദേശിച്ചിട്ടുള്ള വർഗീകരണ തലങ്ങളാണിത്. ഇതിന്റെ ഏറ്റവും അടിസ്ഥാന തലം എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. താഴെ നിന്ന് മുകളിലോട്ടാണ്. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? സ്പീഷ്യസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ജീവശാസ്ത്ര നിർവചന പ്രകാരം സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണമാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാഭാവികമായിട്ടുള്ള ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ കൂട്ടമാണ്. അപ്പൊ സ്പീഷീസ് ആണ് വർഗീകരണ തലത്തിന് അടിസ്ഥാന തലം എന്ന് പറയുന്നത്. ഒരു വർഗീകരണ തലം എടുത്തു കഴിഞ്ഞാൽ അതിൽ അടിസ്ഥാന തലം എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്.
സവിശേഷതകളിൽ ഏറ്റവും അധികം സാമ്യതയുള്ളത് സ്പീഷീസ് ആയിരിക്കും. ഒരു സ്പീഷീസ് എടുത്തു കഴിഞ്ഞാൽ ആ സ്പീഷീസിൽ വരുന്ന ജീവികൾ തമ്മിൽ ഒരുപാട് സാമ്യം ഉണ്ടായിരിക്കും. സമാനമായ സ്പീഷീസുകൾ ചേർന്ന് ജീനസ് ഉണ്ടാകും. ഒരേപോലെയുള്ള സ്പീഷീസുകൾ ചേർന്ന് എന്തുണ്ടാകും? ജീനസ് ഉണ്ടാകും. പിന്നെ ജീനസുകൾ ചേർന്ന് എന്തുണ്ടാകും? ജീനസുകൾ ചേർന്ന് എന്തുണ്ടാകും? ഫാമിലി, ഫാമിലികൾ ചേർന്ന് ഓർഡർ, ഓർഡർ, ഓർഡറുകൾ ചേർന്ന് ക്ലാസ്, ക്ലാസ്, ക്ലാസ്സുകൾ ചേർന്ന് ഫൈലം, ഫൈലം ചേർന്ന് കിങ്ഡം. കിങ്ഡം. കിങ്ഡം എന്ന് പറയുന്നത് എല്ലാ ഫൈലങ്ങളും ചേർന്ന ഏറ്റവും ഉയർന്ന തലമാണ് കിങ്ഡം. ഓക്കെ, അപ്പൊ വർഗീകരണ തലത്തിലെ അടിസ്ഥാന തലം എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. ഏറ്റവും ഉയർന്ന തലം എന്ന് പറയുന്നത് കിങ്ഡം ആണ്. ഏറ്റവും ഉയർന്ന തലം എന്ന് പറയുന്നത് കിങ്ഡം ആണ്. ഇപ്പൊ ഒരു കിങ്ഡം അനിമേലിയ തന്നിട്ടുണ്ട്. കിങ്ഡം അനിമേലിയ എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന തലമാണ് കിങ്ഡം അനിമേലിയ. എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന തലമാണ് അനിമേലിയ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് കണ്ടല്ലോ എല്ലാ തരത്തിലുള്ള ജന്തുക്കളും ഉണ്ട്. ഇനി ഫൈലം വരുമ്പോൾ ഫൈലം കോർഡേറ്റയ്ക്കകത്ത് നട്ടലുള്ള ജന്തുക്കൾ മാത്രമായിരിക്കും വരുന്നത്. ഇതില് നട്ടലില്ലാത്ത ജീവികളെല്ലാം പോയി. നട്ടലുള്ള ജീവികൾ മാത്രമായിരിക്കും ഏതിനകത്ത് വരുന്നത്? ഫൈലം കോർഡേറ്റയ്ക്കകത്ത് വരുന്നത്. ഇനി ക്ലാസ് മമേലിയക്കകത്ത് കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന നട്ടലുള്ളവയാണ് വരുന്നത്. ഫൈലം കോർഡേറ്റയുടെ സവിശേഷത ഉണ്ടായിരിക്കും, മമേലിയയുടെ സവിശേഷത ഉണ്ടായിരിക്കും. അതായത് നട്ടലുള്ള കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നവയാണ് ക്ലാസ് മമേലിയക്കകത്ത് വരുന്നത്. ഇനി ഓർഡർ കാർണിവോറയ്ക്കകത്ത് നട്ടലുള്ള കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന ജീവികളാണ്. അതായത് മമേലിയ ക്ലാസിന്റെ സവിശേഷതകൾ കാണും. അതിന് പുറമെ മാംസം കടിച്ചു കീറാവുന്ന പല്ലുകളുള്ള സസ്തനികളായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ നോക്കിക്കേ, എന്താണ് ഓർഡർ കാർണിവോറയുടെ പ്രത്യേകത? നട്ടലുള്ള കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന മാംസം കടിച്ചു കീറാവുന്ന പല്ലുകളുള്ള സസ്തനികളായിരിക്കും ഉള്ളത്. ഇനി ഫാമിലി ഫെലിഡേ ഫാമിലിക്കകത്ത് ഈ ഓർഡർ കാർണിവോറയുടെ സവിശേഷതകളും ഉണ്ടായിരിക്കും, പിന്നെ ഫാമിലി ഫെലിഡയുടെ സവിശേഷതയും ഉണ്ടായിരിക്കും. നട്ടലുള്ള കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന മാംസം കടിച്ചു കീറാവുന്ന പല്ലുകളുള്ള സസ്തനികളായിരിക്കും. അതിനൊപ്പം കാലിൽ ഉൾവലിക്കാവുന്ന നഖങ്ങൾ ഉള്ളവയായിരിക്കും. ഇനി ജീനസ് ഫെലിസ്. ഫെലിഡേ ഫാമിലിയുടെ സവിശേഷതകൾക്ക് പുറമെ ചെറിയ ശരീരമായിരിക്കും, അതുപോലെ ഗർജിക്കാത്തവയായിരിക്കും. എന്ന് പറയുമ്പോൾ നട്ടലുള്ള കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന മാംസം കടിച്ചു കീറാവുന്ന പല്ലുകളുള്ള സസ്തനികളായിരിക്കും. ഒപ്പം കാലിൽ ഉൾവലിക്കാവുന്ന നഖങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്? ചെറിയ ശരീരമായിരിക്കും, ഗർജിക്കാത്തവയായിരിക്കും. ആ വ്യത്യാസം കണ്ടാൽ നിങ്ങൾക്ക് അറിയായിരിക്കും ജീവികൾ എങ്ങനെയാണ് ചെറുതായി വന്നതെന്ന്. ഇനി സ്പീഷീസ് ഡൊമസ്റ്റിക്കസ് സ്പീഷീസ് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ സവിശേഷതകളുടെയും ഒപ്പം പൂച്ചയുടെ സവിശേഷതകളും ഉണ്ടായിരിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത്? ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ സസ്യത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതുപോലെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്പീഷീസ് മുതൽ കിങ്ഡം വരെ കോളിനേഴ്സ് സസ്യങ്ങളെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിള് തെങ്ങിൻ്റെത് നോക്കാം. കിങ്ഡം പ്ലാന്റേ, ഫൈലം ആൻജിയോസ്പെർമോഫേറ്റ. മാവിൻ്റെതും കിങ്ഡം ഫൈലവും സെയിം ആണ്. കിങ്ഡം പ്ലാന്റേ ആണ്, ഫൈലം ആൻജിയോസ്പെർമോഫേറ്റ ആണ്. പക്ഷെ ക്ലാസ് വന്നപ്പോൾ തെങ്ങ് മോണോകോട്ടിലൊഡേണയാണ്, ക്ലാസ് ഡൈകോട്ടിലൊഡേണയാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാലോ. സീരീസ് കാലിസിനെ, സീരീസ് സാപ്പിൻഡേഴ്സ്. ഈ തെങ്ങിന്റെ ഫാമിലി അരിക്കേസിയാണ്. മാവിന്റെ ഫാമിലി എന്ന് പറയുന്നത് അനാകാർഡിയേസിയ ആണ്. ജീനസ് കൊക്കോസ്, സ്പീഷീസ് ന്യൂസിഫറ.
മാവിന്റെ ജീനസ് മാഞ്ചിഫറ, സ്പീഷീസ് ഇൻഡിക്ക. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഹോർത്തൂസ് മലബാറിക്കോസ് എന്ന് പറയുന്നത് കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ആദ്യത്തെ പുസ്തകമാണ്. കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചിട്ടുള്ള ആദ്യത്തെ പുസ്തകമാണ്. പിന്നെ ഈ സസ്യജാലങ്ങളെ തരംതിരിച്ച് ചിത്രങ്ങളും പ്രാദേശിക പേരുകളും ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സസ്യജാലങ്ങളെ തരംതിരിച്ച് ചിത്രങ്ങളും പ്രാദേശിക പേരും കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രന്ഥത്തിന് വേണ്ടിയിട്ടാണ് മലയാള ലിപികൾ ആദ്യമായിട്ട് അച്ചടിച്ചത്. ഇമ്പോർട്ടന്റ് ആണ്. ആദ്യമായിട്ട് മലയാള ലിപികൾ അച്ചടിച്ച ബുക്ക് ഏത് ബുക്കിന് വേണ്ടിയിട്ടാണ്? ഹോർത്തൂസ് മലബാറിക്കോസ് എന്ന് പറയുന്ന ബുക്കിന് വേണ്ടിയിട്ടാണ്. ഇത് ലത്തീൻ ഭാഷയിലാണ് ആദ്യം രചിക്കപ്പെട്ടത്. ലത്തീൻ ഭാഷയിലാണ് ആദ്യം രചിക്കപ്പെട്ടത്. മലബാറിന്റെ ഉദ്യാനം എന്നാണ് ഇതിന്റെ അർത്ഥം. ഹോർത്തൂസ് മലബാറിക്കോസ് എന്ന് പറഞ്ഞാൽ മലബാറിന്റെ ഉദ്യാനം എന്നാണ്. പേരുകളിലെ വൈവിധ്യം. അപ്പൊ ചിത്രത്തിൽ കുറച്ച് ജീവികളുണ്ട് അല്ലെ. അപ്പം എന്റെ നാട് തിരുവനന്തപുരമാണ്. അപ്പം തിരുവനന്തപുരം ഭാഗങ്ങളിൽ പറയുന്ന പേരുകളായിരിക്കത്തില്ല മറ്റു പല ഭാഗങ്ങളിലും പല ജീവികൾക്കും ഉള്ളത്. അപ്പൊ ഒന്നാമത്തെ ചിത്രത്തില് ഉപ്പൻ എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ ഉപ്പൻ എന്നും പറയും, ഉപ്പൂപ്പൻ എന്നും പറയും. ഉപ്പൻ എന്നും പറയും, ഉപ്പൂപ്പൻ എന്നും പറയും. ഓക്കെ. ഉപ്പൻ, ഉപ്പൻ കാക്ക എന്നൊക്കെ പറയും. ഇതിന് ചെമ്പോത്ത്, ചകോരം എന്നൊക്കെ മറ്റു പേരുകളുണ്ട്. ഇനി അടുത്ത കാണുന്ന വട്ട എന്ന് പറയുന്ന ഇല. ഞങ്ങളുടെ നാട്ടിൽ വട്ട ഇല എന്ന് തന്നെയാണ് പറയുന്നത്. കൊടുകണ്ണി, ഉപ്പൂത്തി എന്ന പേരുകളുണ്ട്. കൊടുകണ്ണി, ഉപ്പൂത്തി, മറ്റു പേരുകളും ഉണ്ടായിരിക്കും. ഇനി പപ്പായ, പപ്പായയെ കപ്പളങ്ങ, പപ്പായ, കറമൂസ, ഓമയ്ക്ക എന്നൊക്കെ പറയും. ഇനി അടുത്ത ചിത്രത്തിൽ കാണുന്ന ജീവിയാണ് പഴുതാര. പഴുതാര, കരിങ്കണ്ണി, കൽക്കുന്നൻ, ചെതുമ്പൂരം എന്നൊക്കെ പറയും. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കൂടുതലും ചെതുപൂരം എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ ഒരു ജീവിനെ ചെതുമ്പൂരം എന്ന് പറയുന്നത്, ഇപ്പം ഇത് കരിങ്കണ്ണി എന്ന് പറയുന്ന, നിങ്ങളുടെയൊക്കെ നാട്ടിലെ പല പേരുകൾ ഉണ്ടായിരിക്കുമല്ലോ. കരിങ്കണ്ണി എന്ന് പറയുന്ന, അങ്ങനെ അറിയുന്ന ഒരാള് ഇവിടെ വന്ന് ഈ ജീവിയെ കണ്ട് കരിങ്കണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല ഇത് എന്ത് ജീവിയാണെന്നുള്ളത്. പല സ്ഥലങ്ങളിലും പല പേരുള്ളത് കൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പൊ കാക്ക അല്ലെങ്കിൽ ആന, ആനയെ ഹിന്ദിയിൽ എന്താ പറയുന്നേ? ഹാത്തി. ഹാത്തി. ഹാത്തി എന്ന് പറയും. ഇംഗ്ലീഷിൽ എന്ത് പറയും? എലിഫന്റ്. എലിഫന്റ്. ഭാഷ മാറിയപ്പോൾ പേര് മാറി അല്ലേ. ഈ നമ്മള് പ്രാദേശികമായിട്ട് ദേശം കേരളത്തിൽ തന്നെ ഒരു ജീവിക്ക് പല സ്ഥലങ്ങളിൽ പല പേരാണ്. ഭാഷ മാറുമ്പോ ഒരു ജീവിക്ക് മറ്റു പല പേരുകളും വരും. അപ്പോ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി, പേരിലുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത്. പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു ശാസ്ത്രീയ നാമകരണ രീതിയാണത്. ശാസ്ത്രീയ നാമമാണ് ദ്വിനാമ പദ്ധതി. കോൾ ലിനേഴ്സ് ആണ് എന്ത് ചെയ്തത്? ഈ ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത്. കോൾ ലിനേഴ്സ് ആണ് ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത്. ശാസ്ത്രീയ നാമത്തിലെ ആദ്യത്തെ പദം ജീനസും രണ്ടാമത്തെ പദം സ്പീഷീസ് വരെ, ജീനസിന്റെ പേരും സ്പീഷീസിന്റെ പേരും കൂടെ ചേർത്താണ് എന്ത് ചെയ്യുന്നത്? ഈ ശാസ്ത്രീയ നാമത്തില് ജീവിക്ക് പേര് കൊടുക്കുന്നത്. മനുഷ്യന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഹോമോ സാപ്പിയൻസ് എന്നാണ്. ഹോമോ സാപ്പിയൻസ്. ഇതിൽ ഹോമോ എന്ന് പറയുന്നത് ജീനസും സ്പീഷീസ് എന്ന് പറയുന്നത് എന്തുവാണ്? സാപ്പിയൻസും ആണ്. അങ്ങനെയാണെങ്കിൽ തെങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്താ? കോക്കോസ് ന്യൂസിഫറ. കൊക്കോസ് ന്യൂസിഫറ. മാവിൻ്റെത് ജീനസും സ്പീഷീസും. മാഞ്ചിഫറ ഇൻഡിക്ക. മാഞ്ചിഫറ ഇൻഡിക്ക എന്നാണ് മാവിന്റെ ശാസ്ത്രീയ നാമം. അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യാം? നമുക്ക് ശാസ്ത്രീയ നാമം കൊടുക്കാം. ഇനി വർഗീകരണ രീതികൾ. സിംഹത്തിനെ പാന്തറ ലിയോ എന്നാണ് പറയുന്നത്. സിംഹം ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക, പഠിക്കാൻ പറ്റുന്നവര് പഠിക്കുക. ഓക്കെ. പാന്തറ ലിയോ. കടുവ പാന്തറ ടൈഗ്രിസ്. പാന്തറ ടൈഗ്രിസ്. പട്ടിയെ
കാനിസ് ഫെമിലിയാരിസ് എന്നാണ് പറയുന്നത്. കാനിസ് ഫെമിലിയാരിസ് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും കാനിസ് ഫെമിലിയാരിസ് എന്ന് പറഞ്ഞ ഒരു ജീവിയേ ഉള്ളൂ, അത് നായയായിരിക്കും. ആന, ആനയെ എലിഫസ് മാക്സിമസ് എന്ന് പറയും. ആന എന്ത് പറയും? എലിഫസ് മാക്സിമസ്. മയിൽ പാവോ ക്രിസ്റ്റാറ്റസ്, പാവോ ക്രിസ്റ്റാറ്റസ് എന്ന് പറയും. ഇനി മനുഷ്യനെ ഹോമോസാപ്പിയൻസ് എന്നാണ് പറയുന്നത് നമ്മൾ പഠിച്ചല്ലോ. ഈ ചിത്രത്തിലെ ഒന്നാമത്തെ ചിത്രത്തിൽ കണിക്കൊന്നയുണ്ട്. കണിക്കൊന്നയെ കാസിയ ഫിസ്റ്റുല എന്നാണ് പറയുന്നത്. കാസിയ ഫിസ്റ്റുല എന്നാണ് കണിക്കൊന്നയെ പറയുന്നത്. ഇനി കാക്ക, കോർവസ് സ്പ്ലെൻഡൻസ്. കാക്ക എന്ന് പറയുന്നത് കോർവസ് സ്പ്ലെൻഡൻസ്. നമ്മുടെ പശുവിനെ ബോസ് ടോറസ് എന്ന് പറയും. ബോസ് ടോറസ് എന്ന് പറയും. ഇത് പഠിക്കാൻ കഴിയുന്നവർ പഠിക്കണം കേട്ടോ. ഇനി വർഗീകരണ രീതികൾ. നമ്മൾ 2 കിങ്ഡം വർഗീകരണം ആരാണ് കൊണ്ടുവന്നത്? കോളിനേഴ്സ് ആണ്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കോളിനേഴ്സ് ആണ്. അപ്പൊ 2 കിങ്ഡം വർഗീകരണം അനുസരിച്ച് ജീവികളെ 2ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. 2 കിങ്ഡം വർഗീകരണം അനുസരിച്ച് ജീവികളെ 2ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. പ്ലാന്റേ എന്ന് വെച്ചാൽ സസ്യലോകം, പ്ലാന്റേ, അനിമേലിയ, അനിമേലിയ എന്ന് പറഞ്ഞാൽ ജന്തുലോകം. 2 കിങ്ഡം വർഗീകരണം അനുസരിച്ച് ജീവികളെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് പറഞ്ഞേ? സസ്യലോകം, ജന്തുലോകം. മലയാളത്തിൽ മാത്രം പറയരുത്. പ്ലാന്റേ, അനിമേലിയ, അതുകൂടെ പഠിക്കണം. പ്ലാന്റേ, അനിമേലിയ. ഇനി 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ജീവികളെ 3ആയിട്ട് തരംതിരിച്ചു. 2 എണ്ണം അല്ല, 3 വിഭാഗം ഉണ്ടെന്ന് പറഞ്ഞ് പിന്നീട് 3ആയിട്ട് എന്ത് ചെയ്തു? തരംതിരിച്ചു. പ്ലാന്റേ, അനിമേലിയ, പ്രോട്ടിസ്റ്റ. പ്ലാന്റേ, അനിമേലിയ, പ്രോട്ടിസ്റ്റ. പ്ലാന്റേ, അനിമേലിയ, പ്രോട്ടിസ്റ്റ. ഈ 3 കിങ്ഡം വർഗീകരണ രീതി ആവിഷ്കരിച്ചത് ഏണസ്റ്റ് ഹെയ്ക്കൽ. ഏണസ്റ്റ് ഹെയ്ക്കൽ 3 കിങ്ഡം വർഗീകരണ രീതി ആവിഷ്കരിച്ചത് ആരാണ്? ഏണസ്റ്റ് ഹെയ്ക്കൽ. 4 കിങ്ഡം വർഗീകരണം വീണ്ടും ക്ലാസിഫൈ ചെയ്തു. 3 അല്ല 4 ആണെന്ന് പറഞ്ഞ് വീണ്ടും വർഗീകരിച്ചു. 4 കിങ്ഡം വർഗീകരണം അനുസരിച്ച് 4ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. പ്ലാന്റേ, അനിമേലിയ, പ്രോട്ടിസ്റ്റ, മുനീറ. ഇതൊക്കെയാണ് പ്ലാന്റേ, അനിമേലിയ, പ്രോട്ടിസ്റ്റ, മുനീറ. ഈ 4 കിങ്ഡം വർഗീകരണ രീതി ആവിഷ്കരിച്ചത് കോപ്ലാൻഡ്. കോപ്ലാൻഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. കോപ്ലാൻഡ്. 3 കിങ്ഡം വർഗീകരണ രീതി പറഞ്ഞേ, എന്തൊക്കെയാ വരുന്നേ? പ്ലാന്റ്, അനിമേലിയ, പ്രൊട്ടിസ്റ്റ. പ്ലാന്റ്, അനിമേലിയ, പ്രോട്ടിസ്റ്റ. 4 കിങ്ഡം. പ്ലാന്റ്, അനിമേലിയ, പ്രൊട്ടിസ്റ്റ, മുനീറ. മുനീറ കൂടെ വന്നു. 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരുടെ ആയിരുന്നു? 4 കിങ്ഡം ഇനി 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന ആളാണ് റോബർട്ട് എച്ച് വിറ്റാകർ. റോബർട്ട് എച്ച് വിറ്റാകർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അഞ്ച് കിങ്ഡം വർഗീകരണം അനുസരിച്ചിട്ട് ജീവികളെ അനിമേലിയ, പ്ലാന്റേ, ഫംജൈ, പ്രോട്ടിസ്റ്റ, മുനീറ. കൂടുതൽ വന്നത് ഫംജയാണ്. അനിമേലിയ, പ്ലാന്റേ, ഫംജൈ, പ്രോട്ടിസ്റ്റ, മുനീറ എന്നിങ്ങനെ തരംതിരിച്ചു. ഈ മൊനീറയ്ക്കകത്ത് വരുന്നതാണ് ബാക്ടീരിയകൾ. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് ബാക്ടീരിയ. മൊനീറയ്ക്കകത്ത് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ, ബാക്ടീരിയ. പ്രോട്ടിസ്റ്റയ്ക്കകത്ത് വരുന്നതാണ് അമീബ, ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികൾ. ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികൾ. ഫംജയ്ക്കകത്ത് കുമിളുകളാണ്. സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായിട്ടുള്ള ഏകകോശ ജീവികളോ ബഹുകോശ ജീവികളോ ആണ് ഈ ഫംജയ്ക്കകത്ത് വരുന്നത്. കുമിളുകൾ ഉദാഹരണമാണ് കുമിള്. പ്ലാന്റേക്കകത്ത് സസ്യങ്ങളാണ്. സ്വപോഷികളും സഞ്ചാരശേഷി ഇല്ലാത്തവയുമായ ബഹുകോശ ജീവികൾ, സസ്യങ്ങൾ. അനിമേലിയക്കകത്ത് ജന്തുക്കളാണ്. പരപോഷികളും സഞ്ചാരശേഷിയുള്ളവയുമായ ബഹുകോശ ജീവികൾ. ഇതാണ് ഇതിനകത്ത് വരുന്നത് 5 കിങ്ഡം. അനിമേലിയ, പ്ലാന്റേ,
ഫംജെ, പ്രോട്ടിസ്റ്റ ആൻഡ് മൊനീറ. ആദ്യകാലങ്ങളില് ഈ ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മ ജീവികളുടെ സവിശേഷതകളെ കുറിച്ചിട്ടുള്ള അറിവൊക്കെ വളരെ കുറവായിരുന്നു. അത് പിന്നീടുള്ള പഠനങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടുള്ള ധാരണകളൊക്കെ എല്ലാവർക്കും ഉണ്ടായത്. അപ്പൊ മൊനീറ കിങ്ഡത്തിനകത്ത് ഉൾപ്പെടുന്ന ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു വിഭാഗം. മൊനീറ കിങ്ഡത്തിനകത്ത് വരുന്ന ജീവികൾ ഏതായിരുന്നു? ബാക്ടീരിയ ആയിരുന്നു അല്ലെ. ഈ ബാക്ടീരിയ ഫാമിലിക്കകത്ത് തന്നെ വരുന്ന ഒരു വിഭാഗക്കാരാണ് ആർക്കി ബാക്ടീരിയ. ഈ ആർക്കി ബാക്ടീരിയ അവയുടെ കോശഘടനയിലും ജീവധർമ്മങ്ങളിലും അവയുടെ പ്രവർത്തനങ്ങളിലും കാണാനും ഒന്നും മറ്റ് ബാക്ടീരിയകളെ പോലെയല്ല, വ്യത്യസ്തത ഉണ്ട് എന്ന് ആർക്ക് മനസ്സിലാക്കി? കാൾ വൗസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ മനസ്സിലാക്കി. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഈ മൊനീറ എന്ന് പറയുന്ന കിങ്ഡത്തെ രണ്ടായിട്ട് വീണ്ടും വിഭജിച്ചു. കിങ്ഡത്തെ എന്ത് ചെയ്തു? രണ്ടായിട്ട് വീണ്ടും വിഭജിച്ചു. രണ്ടായിട്ട് വിഭജിച്ചതിന് ശേഷം ആർക്കിയ എന്നും ബാക്ടീരിയ എന്നും രണ്ട് കിണ്ഡങ്ങളാക്കി. ആർക്കിയ എന്നും ബാക്ടീരിയ എന്നും രണ്ട് കിണ്ഡമാക്കി മാറ്റി. ഇത് മാത്രമല്ല, ഇതിനു പുറമെ ഒരു കാര്യം കൂടെ ചെയ്തു. നമ്മൾ സ്പീഷീസ് മുതല് ഏതുവരെയായിരുന്നു? ഏറ്റവും ഉയർന്ന തലം ഏതായിരുന്നു? ഏറ്റവും അടിസ്ഥാന തലം സ്പീഷീസ്, ഉയർന്ന തലം കിങ്ഡം. കിങ്ഡം. ഈ ഉയർന്ന തലമായ കിങ്ഡത്തിന് മുകളില് ഒരു വർഗീകരണ തലം കൂടെ കൂട്ടിച്ചേർത്തു, ഡൊമൈൻ. കാൾ വൗസ് എന്ത് ചെയ്തു? കിങ്ഡത്തിന് മുകളിലായിട്ട് ഒരു വർഗീകരണ തലം കൂടെ കൂട്ടിച്ചേർത്തു. എന്താണ്? ഡൊമൈൻ. അപ്പൊ അങ്ങനെയാണ് 6 കിങ്ഡം വർഗീകരണം എന്ത് ചെയ്തത്? ആവിഷ്കരിച്ചത്. 6 കിങ്ഡം വർഗീകരണം ആവിഷ്കരിച്ചത്. ഓക്കെ, കാൾ വൗസ് ആണ് ഇങ്ങനെ ഒരു 6 കിങ്ഡം വർഗീകരണം ആവിഷ്കരിച്ചത്. 6 കിങ്ഡം വർഗീകരണം ആരുടെയാണ്? കാൾ വൗസ്. ഇതിനകത്ത് ഡൊമൈൻ ബാക്ടീരിയ, അതിനകത്ത് കിങ്ഡം. ഓക്കെ, നമുക്ക് ഡൊമൈൻ യൂക്കാരിയ വരാം. ഡൊമൈൻ യൂക്കാരിയക്കകത്താണ് കിങ്ഡം അനിമേലിയ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം ഫംജെ, കിങ്ഡം പ്രോട്ടിസ്റ്റ വരുന്നത്. ഡൊമൈൻ യൂക്കാരിയക്കകത്ത്. ഇത് ആരുടെയാണ്? കാൾ വൗസിന്റെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി കിങ്ഡം ഡൊമൈൻ ആർക്കിയക്കകത്ത്, ഡൊമൈൻ ആർക്കിയയിലാണ് കിങ്ഡം ആർക്കിയ വരുന്നത്. ഡൊമൈൻ ബാക്ടീരിയക്കകത്താണ് കിങ്ഡം ബാക്ടീരിയ വരുന്നത്. ഡൊമൈൻ ആർക്കിയക്കകത്താണ്. ഡൊമൈൻ ബാക്ടീരിയക്കകത്താണ്. ഇങ്ങനെയാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ചെയ്തത്. അനിമേലിയ, പ്ലാന്റേ, ഫംജെ, പ്രോട്ടിസ്റ്റ, ആർക്കിയ, ബാക്ടീരിയ. ഓക്കെ, ഈ 6 കിങ്ഡം വർഗീകരണ രീതി അനുസരിച്ചിട്ട് മനുഷ്യന്റെ വിവിധ വർഗീകരണ തലങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഡൊമൈൻ യൂക്കാരിയ, കിങ്ഡം അനിമേലിയ, ഫൈലം കോർഡേറ്റ, ക്ലാസ് മമേലിയ, ഓർഡർ പ്രൈമേറ്റ്സ്, ഫാമിലി ഹൊമിനിഡേ. ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? ഹൊമിനിഡേ. ജീനസ് ഹോമോ, സ്പീഷീസ് സാപ്പിയൻസ്. ഇതാണ് മനുഷ്യന്റെ വിവിധ വർഗീകരണ തലങ്ങൾ 6 കിങ്ഡം അനുസരിച്ച്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വർഗീകരണം എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇനി നമുക്ക് കുറച്ച് ഈ പഠിച്ച ഭാഗത്തെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത ടോപ്പിക് ഇന്ന് തുടങ്ങി വെച്ച തീരത്തില്ല, നമുക്കത് നാളെ നോക്കാം. ഒരു മിനിറ്റ്. എന്തെങ്കിലും സംശയം ഉണ്ടോ നോക്കിയേ? പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കിക്കേ.
സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഉള്ള ഉത്തരം നിങ്ങൾ ടൈപ്പ് ചെയ്ത് മാത്രം ഇടണേ. ചതവിന് നൽകുന്ന പ്രഥമ ശുശ്രൂഷയാണ് ഡാഷ്. ചൂട് ഏൽപ്പിക്കുക, തിരുമുക, തൈലം പുരട്ടുക, ഐസ് പാക്ക് വെക്കുക, ഓയിൽമെന്റ് തേച്ച് മസാജ് ചെയ്യുക. ഉത്തരം ഐസ് പാക്ക് വയ്ക്കുക. പാമ്പ് കടി ഏറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ. കടി കൊണ്ട് മുറിവേറ്റ ഭാഗത്ത് ബ്ലേഡ് ഉപയോഗിച്ച് മുറിവുണ്ടാക്കുക. വായ് ഉപയോഗിച്ച് രക്തം വലിച്ചു പുറത്തു കളയുക. വേദന സംഹാരികൾ ഉപയോഗിക്കുക. കൂടുതൽ മുറുകാത്ത രീതിയിൽ തുണി ഉപയോഗിച്ച് മുറിവിന് മുകൾ ഭാഗത്തായി കെട്ടുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പ്രഥമ ശുശ്രൂഷയിൽ ചെയ്യാൻ പാടില്ലാത്തത്: മുറിവുണ്ടായാൽ രക്തസ്രാവം നിയന്ത്രിക്കുക. കണ്ണിൽ പൊടി വീണാൽ ശുദ്ധജലം ഉപയോഗിച്ച് കഴുകുക. പാമ്പ് കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം ഊറ്റിക്കളയുക. എല്ലൊടിയുകയോ പൊട്ടുകയോ ചെയ്താൽ സ്പ്ലിന്റ് ഇടുക. ചെയ്യാൻ പാടില്ലാത്തതാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. പാമ്പ് കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം ഊറ്റിക്കളയുക. ഉളുക്ക് പറ്റിയാൽ ചെയ്യാൻ പാടില്ലാത്ത പ്രഥമ ശുശ്രൂഷ. ഉളുക്ക് പറ്റിയ ഭാഗം ചലിപ്പിക്കാതിരിക്കുക. കാലിൽ ഉളുക്ക് പറ്റിയാൽ കഴിവതും നടക്കാതിരിക്കുക. ഉളുക്ക് പറ്റിയ ഭാഗം ചൂടുവെള്ളം ഒഴിച്ച് കഴുകുക. ഉളുക്ക് പറ്റിയ ഭാഗത്ത് എണ്ണ പുരട്ടാതിരിക്കുക. ഓപ്ഷൻ എയും സിയും പറയുന്നുണ്ട്. ഉത്തരം ഓപ്ഷൻ സി ആണ്. നമ്മള് ഉളുക്ക് പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്? ആ ഭാഗം ചലിപ്പിക്കരുത്, ചലിപ്പിക്കാതിരിക്കുക, ചലിപ്പിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉളുക്ക് പറ്റിയാൽ കഴിവതും നടക്കാതിരിക്കുക. ഉളുക്ക് പറ്റിയ ഭാഗത്ത് എണ്ണ പുരട്ടാതിരിക്കുക, പുരട്ടരുത്. അങ്ങനെ വരുമ്പോ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇത് നമ്മള് ബാക്കിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അന്വേഷണാത്മക പഠന മാതൃകാ ഘട്ടങ്ങളിൽ കുട്ടികൾ കണ്ടെത്തിയ ആശയങ്ങൾ ഉപയോഗിച്ച് അനുയോജ്യമായ സങ്കേതം ഉപയോഗിച്ച് വിനിമയം ചെയ്യുന്ന ഘട്ടം. എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലൈൻ, എക്സ്റ്റെൻഡ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, എക്സ്പ്ലൈൻ. അല്ലെ, അന്വേഷണാത്മക മാതൃകാ ഘട്ടങ്ങളില് കുട്ടികൾ ആശയം കണ്ടെത്തുന്നത് എക്സ്പ്ലോറിലാണ്. അതിന് അനുയോജ്യമായ സങ്കേതം ഉപയോഗിച്ച് വിനിമയം ചെയ്യുന്നത് എപ്പോഴാണ്? എക്സ്പ്ലെയിൻ ആണ്. നമ്മൾ പഠിച്ചു, വിനിമയം ചെയ്യുന്നത് എക്സ്പ്ലെയിനിലാണ്. ആശയങ്ങൾ വിനിമയം ചെയ്യലെന്നാണ് എക്സ്പ്ലെയിനെ പറയുന്നത് തന്നെ, അല്ലേ? അടുത്ത്, അന്വേഷണാത്മക പഠന മാതൃകാ ഘട്ടങ്ങളിൽ കുട്ടികൾ അന്വേഷണത്തിൽ ഏർപ്പെടുന്ന ഘട്ടം. എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലൈൻ, എക്സ്റ്റെൻഡ്. സിമ്പിൾ ആണ്. ഉത്തരം ഓപ്ഷൻ ബി, എക്സ്പ്ലോർ. അന്വേഷണാത്മക പഠനത്തിൽ കൂടുതൽ എണ്ണം പ്രക്രിയാശേഷികളുടെ വികാസം സാധ്യമാകുന്ന ഘട്ടം. പ്രക്രിയാശേഷികൾ ഏറ്റവും കൂടുതൽ സാധ്യമാകുന്നത്. പ്രശ്നം ഏറ്റെടുക്കുന്ന ഘട്ടം, അന്വേഷണ ഘട്ടം, കണ്ടെത്തൽ വിനിമയം ചെയ്യുന്ന ഘട്ടം, തുടർ പ്രവർത്തന ഘട്ടം. ഇത് ഇംഗ്ലീഷ് ഓപ്ഷനിൽ കൊടുത്തിട്ടില്ലായിരുന്നു, ഞാനത് മനസ്സിലാവാൻ വേണ്ടി ഇട്ടതാണ്. അതുകൊണ്ട് മലയാളവും കൃത്യമായിട്ട് പഠിക്കണം. കൂടുതൽ എണ്ണം പ്രക്രിയാശേഷികളുടെ വികാസം.
പ്രക്രിയാശേഷികൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. നിരീക്ഷണം, പരീക്ഷണം, നിഗമനത്തിൽ ഏർപ്പെടൽ, അതൊക്കെയാണ് വരുന്നത്. അത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. എക്സ്പ്ലോർ ആണ് ഉത്തരം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്കിനി അടുത്ത ക്ലാസ്സിന് നോക്കാം. എന്തെങ്കിലും ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതുപോലുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ 5 വീക്ക് അകത്ത് വരും. നമ്മൾ പഠിക്കുന്ന ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഉത്തരം കിട്ടും. നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ തന്നെ കൂടുതൽ സമയം കണ്ടെത്തി വെറുതെ ഇരിക്കുന്നില്ല, യാത്ര ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴൊക്കെ റെക്കോർഡ് ക്ലാസ് ഒക്കെ ഇട്ട് കേൾക്കുക. അതേ ഉള്ളൂ നമുക്കൊരു ഓപ്ഷൻ. നമുക്ക് ഉള്ള ലിമിറ്റഡ് ടൈമിനകത്ത് അങ്ങനെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അത് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. പഠിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അത് ലഘൂകരിക്കുക. നമുക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. നന്നായിട്ട് പഠിച്ചാൽ മാത്രം മതി. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ തെറ്റിപ്പോകാതെ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് തെറ്റിപ്പോകാതെ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റണം. അതിനാദ്യം വേണ്ടത് ക്ഷമയാണ്. നന്നായിട്ട് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി എന്താണ് ചോദിച്ചിട്ടുള്ളത് എന്ന് ആലോചിക്കുക. എനിക്കിത് അറിയില്ല എന്ന് വിചാരിച്ച് ചാടി കയറി ഉത്തരം എഴുതാതെ നമ്മൾ പഠിച്ചതോ കേട്ടതോ ആയിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മിച്ചെടുത്ത് ഉത്തരം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. തെറ്റിപ്പോവാതെ കൃത്യമായിട്ട് ഉത്തരം മാർക്ക് ചെയ്യുക. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് കേട്ടിട്ട് പരീക്ഷ നമുക്ക് എഴുതിയെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ടെൻഷൻ ആവണ്ട. കുറച്ച് സമയമേ ഉള്ളൂ എന്ന് വിചാരിക്കണ്ട. 1 മാസം ഉണ്ട്. അതൊരു ചെറിയൊരു സമയമല്ല. അത്രയും സമയം ഇനിയും ഉണ്ട്. പഠിച്ച കാര്യങ്ങൾ ഓർത്ത് വെക്കാനും അത് റിവൈസ് ചെയ്യാനും ഒത്തിരി സമയമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സമയമുണ്ട്. നിങ്ങൾ പഠിപ്പിക്കുന്നവരാണ്, നിങ്ങൾക്ക് എല്ലാം അറിയാം. ഒത്തിരി പ്രാവശ്യം നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാം അറിയാം. നമ്മുടെ ടെൻഷൻ മാറ്റി വെച്ച് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രം മതി. ടെൻഷൻ മുഴുവൻ ഒഴിവാക്കുക. കൂടുതലായിട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഭാഗങ്ങൾ കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യണം. ചിലർക്ക് സൈക്കോളജി നല്ല എളുപ്പമായിരിക്കും. ഇപ്പൊ സൈക്കോളജി എന്ത് ചെയ്യുക? സൈക്കോളജി നന്നായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുക. അതിന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. അപ്പോ സൈക്കോളജിയുടെ മാർക്ക് മാത്രം വെച്ച് നമുക്ക് കേട്ടിട്ട് ജയിക്കാൻ പറ്റില്ലല്ലോ. മറ്റു വിഷയങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക. എല്ലാ അധ്യാപകരും ഉണ്ട്, എല്ലാ റിസോഴ്സസും ഉണ്ട്, നോട്ടുണ്ട്, നല്ല ക്ലാസ്സുകളുണ്ട്, അതിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്. ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഇത് നിങ്ങൾ മാക്സിമം ഉപയോഗിച്ച് മാത്രം മതി. ഈ സമയത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല മാർക്കോട് കൂടി നമുക്ക് നല്ല മാർക്ക് എന്നുള്ളത് സെക്കൻഡറി ആണ്, കേട്ടിട്ട് പാസ് ആവാനായിട്ട് പറ്റും. അതുകൊണ്ട് ആരും ടെൻഷൻ വിചാരിക്കേണ്ട, സമയമില്ല എന്നും ചിന്തിക്കേണ്ട. നമുക്ക് അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഉള്ള സമയത്ത് നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. നാളത്തോടു കൂടി നമ്മുടെ EVS ക്ലാസ് കഴിയും. അപ്പൊ ഇനി 1-2 ടോപ്പിക്ക് മാത്രമേ തീരാനുള്ളൂ. അത് തീർത്തതിന് ശേഷം റിവിഷൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇൻഡിവിജ്വൽ ആയിട്ട് ഞാൻ പേര് വിളിച്ച് ചോദിക്കും, അല്ലാതെയും ചോദിക്കും. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് വരിക. ജസ്റ്റ് ഒന്ന് നോട്ടെങ്കിലും ഒന്ന് മറച്ച് നോക്കിയിട്ടൊക്കെ വരിക. കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു മിസ്. ഓക്കെ.